so far discuss the financial statements which are used for external reporting and പേര് തന്നെയുണ്ട് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്. അപ്പൊ ഇതിൽ എന്ത് കാര്യം മാത്രമേ നമ്മൾ പറയുന്നുണ്ടാവത്തുള്ളൂ? ഫൈനാൻഷ്യൽ മാറ്റേഴ്സ്. എനിത്തിങ് ദാറ്റ് ക്യാൻ ബി ഷോൺ ഇൻ മോണിറ്ററി ടേംസ് വിൽ ബി recorded in your financial statements. Okay, and you should understand there are non-financial reports also. അതായത് ഒരു കമ്പനി അവരുടെ AGM ആനുവൽ ജനറൽ മീറ്റിംഗിൽ ആനുവൽ റിപ്പോർട്ട് പബ്ലിഷ് ചെയ്യും. ആനുവൽ റിപ്പോർട്ടിനകത്ത് എന്തുണ്ട്? ഈ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സും ഉണ്ട്, പ്ലസ് കുറെ നോൺ ഫൈനാൻഷ്യൽ റിപ്പോർട്ടുകളും ഉണ്ട്. ഇത് ഒന്നും നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ കൂടി ഉണ്ടെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. കാരണം ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിന്റെ ഒരു വലിയ പോരായ്മയാണ് ഇറ്റ് ഓൺലി ഇൻക്ലൂഡ്സ് ഫൈനാൻഷ്യൽ മാറ്റേഴ്സ്. അപ്പൊ എവിടെയാണ് നമ്മൾ നോൺ ഫൈനാൻഷ്യൽ മാറ്റേഴ്സ് കാണിക്കുന്നത്? നമ്മുടെ ബിസിനസ്സിനുള്ള എൻവയറമെന്റൽ ഇമ്പാക്ട് നമുക്ക് ഏതായാലും നമ്മുടെ FS കാണിക്കാൻ പറ്റൂല. സോ അതിന് വേണ്ടിയിട്ട് ഒരു റിപ്പോർട്ട് വേണ്ടേ? സോ സസ്റ്റൈനബിലിറ്റി റിപ്പോർട്ട് വേണം. വി ഷുഡ് ബി പ്രിപ്പയറിംഗ് സസ്റ്റൈനബിലിറ്റി റിപ്പോർട്ട്. നമ്മൾ എത്ര CO2 എമിഷൻ ജനറേറ്റ് ചെയ്യുന്നുണ്ട്, നമ്മൾ എൻവയറമെന്റൽ പൊല്യൂഷൻ തടയാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, അല്ല നമ്മളിപ്പോ ചെയ്യുന്ന ആക്ടിവിറ്റി കാരണം എന്തൊക്കെ എൻവയറമെന്റൽ ഇമ്പാക്ട് വരുന്നുണ്ട്, നമ്മൾ നിയമങ്ങൾ പാലിക്കുന്നുണ്ടോ, ഇനി പാലിക്കാത്ത നിയമങ്ങളുടെ ഫൈൻ നമ്മൾ അടച്ചിട്ടുണ്ടോ, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പറയണ്ടേ. സോ വി വിൽ ബി പ്രിപ്പയറിംഗ് സസ്റ്റൈനബിലിറ്റി റിപ്പോർട്ട്. പിന്നെ കമ്പനി മൊത്തത്തിൽ എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്ന് ചെയർമാന്റെ വക ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടാവും. സോ അതായത് കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് നമ്മുടെ കമ്പനി ഇത്ര ശതമാനം പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. സോ ദിസ് വിൽ ബി എ സ്റ്റേറ്റ്മെന്റ് ബൈ ദ ചെയർമാൻ. ആ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുന്നത് ഈ FS ഉപയോഗിച്ചിട്ട് തന്നെയാണ്. സോ there will be chairman statement. ഡയറക്ടറിന്റെ റിപ്പോർട്ട് ഉണ്ടാവും, how the company is performing. എക്സിക്യൂട്ടീവ് ഡയറക്ടറിന്റെ റിപ്പോർട്ട് ഉണ്ടാവും. സസ്റ്റൈനബിലിറ്റി റിപ്പോർട്ട് ഉണ്ടാവും. സസ്റ്റൈനബിലിറ്റി റിപ്പോർട്ടാണ് ഈ എൻവയറമെന്റൽ ഇമ്പാക്ടിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ റിസ്ക് ഡിസ്ക്ലോഷർ ഉണ്ടാവും, അതായത് വാട്ട് ഓൾ റിസ്ക് ആർ വി ഫേസിങ്, എന്തൊക്കെ ബിസിനസ് റിസ്ക് ആണ് നമ്മൾ ഫേസ് ചെയ്യുന്നത്, ആ ഫേസ് ചെയ്യുന്ന റിസ്കുകളൊക്കെ മിറ്റിഗേറ്റ് ചെയ്യാൻ നമ്മൾ എന്തൊക്കെ കൗണ്ടർ മെഷേഴ്സ് എടുത്തിട്ടുണ്ട്, ആ മെഷേഴ്സ് ഒക്കെ എത്രത്തോളം ഇഫക്റ്റീവ് ആയിട്ടാണ് റൺ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്നുണ്ടാവും. ദെൻ 5-year ഫൈനാൻഷ്യൽ സമ്മറി ഉണ്ടാവും. അത് ഫൈനാൻഷ്യൽ റിപ്പോർട്ട് തന്നെയാണ്, അതായത് കഴിഞ്ഞ 5 വർഷത്തെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിന്റെ ഒരു സമ്മറി ഉണ്ടാവും. സോ ഇങ്ങനെയുള്ള അഡീഷണൽ ഡേറ്റയും നിങ്ങളുടെ AGM അല്ലെങ്കിൽ ആനുവൽ ജനറൽ മീറ്റിംഗിൽ ആനുവൽ റിപ്പോർട്ട്സിന്റെ കൂടെ നിങ്ങൾ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. അതായത് SOFP, SOPL, SOCE, SOCF പുറമെ നിങ്ങൾ ഈ പറയുന്ന നോൺ ഫൈനാൻഷ്യൽ റിപ്പോർട്ടും പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. ജസ്റ്റ് ഇങ്ങനെ റിപ്പോർട്ട് ഉണ്ടെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കുക. ദാറ്റ് ഇസ് മോർ ദാൻ എനഫ്. അല്ലാതെ ഇതിനെക്കുറിച്ച് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഒന്നും അറിയേണ്ട ആവശ്യമില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ പറഞ്ഞ റിപ്പോർട്ടുകളൊക്കെ പബ്ലിഷ് ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. SOFP, SOPL നിർബന്ധമാണ് ഒരു കമ്പനിയുടെ കേസിൽ പറയുവാണെങ്കിൽ. ഇതൊക്കെ അഡീഷണൽ ആണ്, വേണമെങ്കിൽ യു ക്യാൻ. സോ ഇതിന് പർട്ടിക്കുലർ ഫോർമാറ്റ് പറയുന്നില്ല. ഓക്കെ, ഇന്ന ഫോർമാറ്റ് പ്രിപ്പയർ ചെയ്യണം എന്നൊന്നും പറയുന്നില്ല. ഇത് ഭയങ്കര ഡിഫറെന്റ് ആയിരിക്കും, ഓരോരോ കമ്പനീസും ഓരോ രീതിയിലായിരിക്കും. അപ്പൊ നമുക്ക് അതിനെ കുറിച്ച് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. ദാറ്റ് ഇസ് എ കമ്പനി സ്പെസിഫിക് റിപ്പോർട്ടാണ്. അപ്പൊ അങ്ങനെ ഉണ്ട് എന്ന് മാത്രം നിങ്ങൾ അറിഞ്ഞിരിക്കുക. അപ്പൊ പ്ലീസ് കീപ് ഇൻ മൈൻഡ് ഫൈനാൻഷ്യൽ റിപ്പോർട്ട്സും ഉണ്ടാവും. ഫൈനാൻഷ്യൽ റിപ്പോർട്ട്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ പഠിച്ചിട്ടുള്ള ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സും ഉണ്ടാവും, നോൺ ഫൈനാൻഷ്യൽ റിപ്പോർട്ടുകളും ഉണ്ടാവും എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഇതൊക്കെ ഇതിന്റെ ഒക്കെ അടിസ്ഥാനത്തിലാണ് ഈ താഴെ പറയുന്ന സ്റ്റേക്ക് ഹോൾഡേഴ്സ് അവർ ഓരോ ഡിസിഷൻസ് എടുക്കുന്നത്. ജസ്റ്റ് SOPL, SOFP മാത്രം നോക്കിയിട്ടല്ല, ഈ മേൽ പറയുന്ന ഈ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് അവർ ഫൈനൽ ഡിസിഷൻ എടുക്കുന്നത്. ക്ലിയർ ആണല്ലോ? സോ ദിസ് ഇസ് നോൺ ഫൈനാൻഷ്യൽ റിപ്പോർട്ട്സ്. മൂവിങ് ഓൺ. ഇനി ജസ്റ്റ് കേട്ടിരിക്കുക, ഇന്നലെ പറഞ്ഞ കാര്യങ്ങൾ തന്നെ വി ഹാവ് അഗൈൻ കുറച്ചും കൂടെ ഇന്നലെ ജസ്റ്റ് എഴുതിപ്പിക്കുമല്ലായിരുന്നു, PDF-ലേക്ക് ഇൻക്ലൂഡ് ചെയ്തതാണ്. SOFP നമ്മൾ കാണിക്കുന്ന എന്തൊക്കെയാണ്? അസറ്റ്, ലയബിലിറ്റി, അതേപോലെ തന്നെ ഇക്വിറ്റി ഓർ ക്യാപിറ്റൽ. ഇറ്റ് ഷോസ് ദ ഫൈനാൻഷ്യൽ പൊസിഷൻ ഓഫ് എ ബിസിനസ്. അതിൽ SOFP അസറ്റ് എന്ന് പറഞ്ഞാൽ അസറ്റ് ഇസ് എ പ്രസന്റ് ഇക്കണോമിക് റിസോഴ്സ് കൺട്രോൾഡ് ബൈ ആൻ എൻറ്റിറ്റി ആസ് എ റിസൾട്ട് ഓഫ് പാസ്റ്റ് ഇവന്റ്. ഇതാണ് കോൺസെപ്ച്വൽ ഫ്രെയിംവർക്ക് പ്രകാരമുള്ള അസറ്റിന്റെ ഡെഫിനിഷൻ. ഇനി ക്ലാസിഫിക്കേഷൻ ഓഫ് അസറ്റ്, യു ഓൾറെഡി നോ ദർ ഇസ് സംതിങ് കോൾഡ് ആസ് കറന്റ് അസറ്റ് ആൻഡ് നോൺ കറന്റ് അസറ്റ്സ്. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഇപ്പൊ ജസ്റ്റ് ഒരു വൺ ടൈം റീഡ്. കറന്റ് അസറ്റ് എന്ന് പറഞ്ഞാൽ അടുത്ത 12 മാസത്തിനുള്ളിൽ കാശ് ആക്കാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുന്ന അസറ്റുകളാണ് എന്തെന്ന് പറയുന്നത്? കറന്റ് അസറ്റ്. ഒന്നെങ്കിൽ കാശ് ആവുകയോ അല്ലെങ്കിൽ കാശാക്കി നമുക്ക് വിറ്റ് കാശാക്കാൻ പറ്റുന്ന അസറ്റുകളാണ് കറന്റ് അസറ്റ് എന്ന് പറയുന്നത്. ആൻഡ് അഗൈൻ ഈ 12 മാസം എന്ന് പറയുമ്പോൾ ആ എൻഡിങ് ഡേറ്റിന് ഫ്രണ്ടിലേക്ക് 12 മന്ത്സിനുള്ളിൽ. ഇനി എക്സാമ്പിൾ ക്യാഷ്, ട്രേഡ് റിസീവബിൾസ് ആൻഡ് ഇൻവെന്ററി. നോൺ കറന്റ് അസറ്റ് എന്ന് പറഞ്ഞാൽ ദീസ് ആർ ലോങ് ടേം റിസോഴ്സസ് നോട്ട് കൺസ്യൂംഡ് വിത്ത് 1 year. അതായത് ഒരു വർഷത്തിൽ കൂടുതൽ നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഹോൾഡ് ചെയ്യാനോ നമ്മൾ വാങ്ങിച്ചു വെച്ചിരിക്കുന്ന അസറ്റുകളെയാണ് നോൺ കറന്റ് അസറ്റ് എന്ന് വിളിക്കുന്നത്.
which includes tangible ആയിട്ടുള്ളതും ഉണ്ട്, which has a physical existence like building and vehicle. Intangible ഉണ്ട്, like patent and software licenses. ലൈസൻസ് എന്ന് പറയുന്നത് ഒരു ഇൻടാഞ്ചിബിൾ അസറ്റ് ആണ്. അതൊരു പേപ്പറിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു കോൺട്രാക്ട് ആണ്. അതായത് നമുക്ക് ഒരു സാധനം യൂസ് ചെയ്യാനുള്ള ഒരു അവകാശം കിട്ടുവാണ്. ലൈസൻസ് അതല്ലേ, വി ആർ ഗെറ്റിംഗ് ദ റൈറ്റ് ടു യൂസ് സംതിങ്. സോ ദാറ്റ് ഇസ് എൻ ഇൻടാഞ്ചിബിൾ അസറ്റ്. അതിന് അല്ലാതെ ഒരു ഫിസിക്കൽ എക്സിസ്റ്റൻസ് ഒന്നുമില്ല. ഇറ്റ് എക്സിസ്റ്റ് ഓൺ പേപ്പർ. ഇനി ലയബിലിറ്റീസിന്റെ ഡെഫിനിഷൻ, ലയബിലിറ്റി ഇസ് എ പ്രസന്റ് ഒബ്ലിഗേഷൻ ആണ് ടു ട്രാൻസ്ഫർ ആൻ ഇക്കണോമിക് റീസോഴ്സ്. അതിൽ കറന്റ് ലയബിലിറ്റി ഉണ്ട്, ഡ്യൂ വിത്തിൻ 12 months, ലൈക്ക് ട്രേഡ് പേയബിൾ. It also has non-current liability due after 12 months, like long-term loan. Equity, ഒന്നെങ്കിൽ ആ ഡെഫിനേഷൻ വെച്ചിട്ട് പറയാം, represents owners residual interest. Residual എന്ന് പറഞ്ഞാൽ മിച്ചം. അസറ്റ് എന്ന ലയബിലിറ്റി എടുത്തു കഴിഞ്ഞാൽ മിച്ചമുള്ള ആ വാല്യൂ, ദാറ്റ് ഇസ് എ റെസ്യൂജറി ഇൻട്രസ്റ്റ് ഓഫ് ദ ഷെയർ ഹോൾഡർ ഇൻ ദർ ബിസിനസ്. ഇസ് ഇറ്റ് ക്ലിയർ? ദാറ്റ് ഇസ് കോൾഡ് ആസ് ഇക്വിറ്റി. SOPL, ഈ ഡെഫിനേഷൻ ഇപ്പൊ നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലായി എന്ന് വരത്തില്ല. Income is either increase in asset. Income is it a good thing or a bad thing? Good thing. So income അവർ തന്നിരിക്കുന്ന ഒരു ഡെഫിനിഷൻ ആണ്. ഒന്നെങ്കിൽ increase in asset. Is increase in asset a good thing? Yes. Or a decrease in liability. Is decrease in liability a good thing? Yes. So income അത് നിങ്ങൾക്ക് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് പഠിച്ചു തുടങ്ങുമ്പോൾ മനസ്സിലാവുള്ളൂ. So please keep in mind, ഇങ്ങനെയാണ് ഡെഫിനിഷൻ. It is either increase in asset or decrease in your liability, resulting in an equity increase. So അസറ്റും കൂടി ലയബിലിറ്റിയും കുറഞ്ഞു, ഓട്ടോമാറ്റിക്കലി എന്തായിരിക്കും കൂടുന്നത്? അസറ്റ് മൈനസ് ലയബിലിറ്റി എന്ന് പറയുന്നതാണ് ഇക്വിറ്റി. അസറ്റ് കൂടി ലയബിലിറ്റി കുറഞ്ഞു, ഇക്വിറ്റി എന്ത് സംഭവിക്കും? കൂടും. ഓക്കെ, ഒന്നെങ്കിൽ അസറ്റ് കൂടും, അസറ്റ് കൂടി ഇക്വിറ്റി കൂടും. ലയബിലിറ്റി കുറയും, ലയബിലിറ്റി കൂടി കുറഞ്ഞാലും ഇക്വിറ്റി കൂടും. സോ ദിസ് ഇസ് വാട്ട് ദേ കോൾ ആസ് ഇൻകം. പ്രൊവിഷൻ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാവും. സോ ഇപ്പൊ ഇത് ഓർത്ത് വെച്ചേക്കാം. ഇനി ഇതിന് റെക്കഗ്നൈസ്ഡ് വെൻ ഗുഡ്സ് ആൻഡ് സർവീസസ് ആർ ഡെലിവേർഡ്. ഗുഡ് എപ്പോഴാണ് നമ്മൾ ഇൻകം റെക്കോർഡ് ചെയ്യേണ്ടത്? നമ്മൾ ആ പറഞ്ഞ കാര്യം കംപ്ലീറ്റ് ചെയ്യുമ്പോൾ, ഇപ്പൊ സാധനങ്ങൾ കൊടുക്കാനാണെങ്കിൽ ആ സാധനങ്ങൾ നമ്മൾ വിൽക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു സർവീസ് ആണെങ്കിൽ ആ സർവീസ് കംപ്ലീറ്റ് ആകുമ്പോഴാണ് നമ്മൾ ആ ഇൻകം റെക്കോർഡ് ചെയ്യേണ്ടത്, അല്ലാതെ കാശ് കിട്ടുമ്പോഴല്ല. അതുകൊണ്ടാണ് നമ്മൾ ക്രെഡിറ്റ് സെയിൽസ് SOPL കാണിക്കാറുള്ളത്. നമ്മൾ ക്യാഷ് സെയിൽസ് മാത്രമല്ല, ക്രെഡിറ്റ് സെയിൽ ഇവിടെ കാണിക്കുന്നുണ്ട്, SOPL കാണിക്കുന്നുണ്ട്. ക്രെഡിറ്റ് സെയിൽ പ്രത്യേകത ചിലപ്പോൾ കാശ് കിട്ടിയിട്ടുണ്ടാകത്തില്ല. അപ്പൊ സോ ഈവൻ യു ക്യാൻ ഷോ ക്രെഡിറ്റ് സെയിൽ ആസ് വെൽ. സോ വെൻ ദ ഗുഡ്സ് ആൻഡ് സർവീസസ് ആർ ഡെലിവേർഡ്, നമുക്ക് അപ്പൊ ആ ഇൻകം റെക്കോർഡ് ചെയ്യാൻ പറ്റും. നമ്മുടെ ബാധ്യത, നമ്മൾ ചെയ്യാമെന്ന് പറഞ്ഞ കാര്യം നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾക്ക് അതിന്റെ ഇൻകം റെക്കോർഡ് ചെയ്യാം. പ്ലീസ് കീപ് ദാറ്റ് ഇൻ മൈൻഡ്. ഓക്കെ, നമ്മൾ ചെയ്യാം, അല്ല ഞാൻ ഇന്ന പ്രൊഡക്റ്റ് നിങ്ങൾക്ക് തരാം, അല്ലെങ്കിൽ ഞാൻ ഇന്ന സർവീസ് നിങ്ങൾക്ക് തരാം എന്ന് ഞാൻ നിങ്ങളോട് വാഗ്ദാനം ചെയ്ത കാര്യം ഞാൻ ചെയ്തു കഴിഞ്ഞാൽ എനിക്കത് എന്റെ റവന്യൂ അല്ലെങ്കിൽ എന്റെ ഇൻകം ആയിട്ട് റെക്കോർഡ് ചെയ്യാം. എനിക്ക് അതിന് നിങ്ങൾ എന്റെ പൈസ തന്നില്ലെങ്കിലും ഐ കൻ സ്റ്റിൽ റെക്കോർഡ് ആസ് മൈ റവന്യൂ. ഫോർ എക്സാമ്പിൾ, അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ അടുത്ത് നിന്ന് കളക്ട് ചെയ്തിരിക്കുന്ന ഫീസ് ക്യാൻ വി ഗൈഡ് ഷോ ഇറ്റ് ആസ് ദെയർ റവന്യൂ. ഇപ്പൊ ലെറ്റ്സ് സേ നിങ്ങൾ എല്ലാവർക്കും മെയിലാണ് പേയ്മെന്റ് തന്നതെന്ന് വിചാരിക്കാം. നിങ്ങൾ എല്ലാവരും മെയിലാണ് പേയ്മെന്റ് തന്നിരിക്കുന്നത്. ഓക്കെ, ക്യാൻ വി ഗൈഡ് ഷോ ഇറ്റ് ആസ് ദ റവന്യൂ ഇൻ മെയിൽ? വി ഗൈഡ് എന്താ പറഞ്ഞിട്ടാണ് നിങ്ങളുടെ അടുത്ത് നിന്ന് ഫീസ് വാങ്ങിച്ചത്? നിങ്ങൾക്ക് ക്ലാസ് തരാവുന്നത്. മെയിൽ നിങ്ങൾക്ക് ക്ലാസ് തന്നിട്ടുണ്ടോ? ഞങ്ങൾ എന്താ നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്തത്? എന്ത് പറഞ്ഞിട്ടാണ് നിങ്ങളുടെ അടുത്ത് നിന്ന് ഫീസ് വാങ്ങിച്ചത്? നിങ്ങൾക്ക് ക്ലാസ് തരാമെന്ന് പറഞ്ഞിട്ടാണ്. സോ ഇവിടുത്തെ സർവീസ് ഓഫേർഡ് എന്ന് പറയുന്നത് ക്ലാസ് ആണ്. യു മെയ്ഡ് ദ പേയ്മെന്റ് ഇൻ മെയിൽ. മൈ ക്വസ്റ്റൻ ഇസ്, ഡിഡ് വി ഡെലിവർ ദ സർവീസ്? അപ്പൊ ഞങ്ങൾക്ക് റവന്യൂ ആണോ? റവന്യൂ ആയോ? മെയില് നിങ്ങളുടെ അടുത്തുനിന്ന് പൈസ കിട്ടുമ്പോൾ ഇറ്റ് ഇസ് നോട്ട് റവന്യൂ ഫോർ us. Is it clear? It's called as deferred payment എന്നാ പറയാ. നേരത്തെ വാങ്ങിച്ചു വെച്ച പൈസ ഇപ്പൊ അതിന് റവന്യൂയിലേക്ക് എടുക്കാൻ പറ്റൂല. മെയിൽ ലെറ്റ്സ് സേ ജൂൺ ഒറ്റ മാസം കൊണ്ട് ഞാൻ ഈ ഫുൾ ക്ലാസ് തീർത്തു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ദിസ് എമൗണ്ട് കളക്റ്റഡ് വിൽ ബി ദ റവന്യൂ. സംഭവം മനസ്സിലായോ? സോ നിങ്ങളുടെ തോട്ട് പ്രോസസ് പോലെ കാശ് കിട്ടുമ്പോഴല്ല റവന്യൂ റെക്കോർഡ് ചെയ്യേണ്ടത്. നമ്മൾ പറഞ്ഞിരിക്കുന്ന സർവീസോ ഗുഡ്സോ ഡെലിവറി ചെയ്ത് കഴിയുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ആ റവന്യൂ അല്ലെങ്കിൽ ആ ഇൻകം നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ടത്. ക്ലിയർ ആണോ മഹിര? ക്ലിയർ? നമ്മളൊരു എമൗണ്ട് ഇൻകം ആയിട്ട് അല്ലെങ്കിൽ റവന്യൂ ആയിട്ട് റെക്കോർഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പറഞ്ഞ കാര്യം നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവും.
അതിന് മുൻപ് നമുക്ക് പൈസ കിട്ടുവാണെങ്കിൽ ഇറ്റ് ഇസ് എ ഡെഫേർഡ് ഇൻകം എന്ന് പറയും. ഡെഫേർഡ് ഇൻകം, നേരത്തെ കിട്ടിയ ഇൻകം. ആ ഒരു റോള് അതിനുള്ളൂ. ഇറ്റ് ഇസ് നോട്ട് ആൻ ആക്ച്വൽ ഇൻകം ആയിട്ട് SOP യിൽ വരാൻ പാടില്ല. ഓക്കെ, വി ലേൺ അബൌട്ട് ദാറ്റ്. പിന്നെ ഒരു കാര്യം കൂടെ മനസ്സിലാക്കിയത്, ക്രെഡിറ്റ് സെയിൽസും നമ്മൾ ട്രേഡ് റിസീവബിൾ ആയിട്ടാണ് റെക്കോർഡ് ചെയ്യാറുള്ളത്. വിച്ച് യു വിൽ അണ്ടർസ്റ്റാൻഡ് ഇൻ എ വൈ. ക്രെഡിറ്റ് സെയിൽസ് എവിടെ കാണിക്കണം? SOPL കാണിക്കണം, റവന്യൂ ആയിട്ട്. ആൻഡ് അത് കാരണം വരുന്ന ട്രേഡ് റിസീവബിൾ എവിടെ കാണിക്കണം? SOFP കറന്റ് അസറ്റ് ആയിട്ട് കാണിക്കണം. ഓക്കെ, ഇനി എക്സ്പെൻസ്. എക്സ്പെൻസ് ഇസ് എ ഗുഡ് തിങ് ഓർ എ ബാഡ് തിങ്? അപ്പോ ഡിക്രീസ് ഇൻ അസറ്റ് or an increase in liability. So think about it. Asset കുറഞ്ഞു, liability കൂടി, equity എന്ത് പറ്റും? Equity കുറയും, which will result in a decrease in equity. So salary, rent, utility bills, electricity bill, depreciation, അതെന്താണെന്ന് നിങ്ങൾക്ക് കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാവും. These are all examples of expenses. Now, cost of sales, I hope you guys are aware of that. Cost of sales or cost of goods sold. കോസ്റ്റ് ഓഫ് സെയിൽസ് അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എവിടെയെങ്കിലും കണ്ടായിട്ട് ഓർക്കുന്നുണ്ടോ? എന്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു? ഗ്രോസ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ വാട്ട് ഇസ് ദിസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്? നിങ്ങൾ റവന്യൂ ജനറേറ്റ് ചെയ്യാൻ വേണ്ടി വിറ്റ യൂണിറ്റ്സ് വാങ്ങാനോ ഉണ്ടാക്കാനോ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചെലവായിട്ടുള്ള എമൗണ്ടിനാണ് എന്ത് വിളിക്കുക? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന് വെച്ചാൽ. വേറെ എക്സ്പെൻസുകളൊന്നും അതിൽ കൺസിഡർ ചെയ്യുന്നില്ല. ഇപ്പൊ റെന്റ് അതിൽ എടുക്കൂല, സാലറി അതിൽ എടുക്കില്ല, യൂട്ടിലിറ്റി അതിൽ എടുക്കില്ല. ആ വിറ്റ യൂണിറ്റ്സ് ഒന്നെങ്കിൽ അത് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി, നമ്മൾ എവിടെയെങ്കിലും വാങ്ങിച്ചിട്ടായിരിക്കും മറിച്ച് വെക്കുന്നത്, അപ്പൊ അത് വാങ്ങാൻ വേണ്ടി വന്ന കോസ്റ്റ്. അല്ലെങ്കിൽ നമ്മൾ മാനുഫാക്ചർ ആയിരിക്കും ചെയ്യുന്നത്, അപ്പൊ അത് മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടി വന്ന ഡയറക്റ്റ് കോസ്റ്റുകളെയാണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് നമ്മൾ ഉൾപ്പെടുത്താറുള്ളത്. ഓക്കെ, ഇനി അടുത്തത് നോട്ടിലേക്ക് എഴുതേണ്ടതാണ്. ഹെഡിങ് ഇങ്ങനെ കൊടുക്കണ്ടേ? ക്യാപിറ്റൽ ഓർ അസറ്റ് എക്സ്പെൻഡിച്ചർ വേഴ്സസ് റവന്യൂ എക്സ്പെൻഡിച്ചർ. ക്യാപിറ്റൽ അല്ലെങ്കിൽ അസറ്റ് എക്സ്പെൻഡിച്ചർ വേഴ്സസ് റവന്യൂ എക്സ്പെൻഡിച്ചർ. ഇനി ഇത് FAയിലെ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. ആൻഡ് ഇനി നമ്മള് ചാപ്റ്റർ 7 പഠിക്കുമ്പോഴും അവിടെ വിൽ അഗൈൻ കം ബാക്ക് ടു ദ സെയിം തിങ്. സോ അതിനുവേണ്ടി ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറഞ്ഞു തരുവാണ്, ക്യാപിറ്റൽ ഓർ റവന്യൂ എക്സ്പെൻഡിച്ചർ. സോ ഒരു ബിസിനസ് സ്പെൻഡ് ചെയ്യുന്ന എമൗണ്ടുകൾ ഒന്നെങ്കിൽ ഇപ്പൊ ലെറ്റ്സ് സേ വി ഗൈഡ് സ്പെൻഡിങ് 10,000. ഇതൊരു എക്സ്പെൻസ് ആണെന്ന് സമ്മതിക്കുന്നുണ്ടല്ലോ. ഈ എക്സ്പെൻസിനെ ഒന്നെങ്കിൽ നമുക്ക് അസറ്റ് ആയിട്ട് കാണിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇതിനെ എന്തായിട്ട് കാണിക്കാനേ പറ്റത്തുള്ളൂ? എക്സ്പെൻസ് ആയിട്ട് തന്നെ. ഒന്നെങ്കിൽ ഇത് അസറ്റ് ആണ്, അല്ലെങ്കിൽ ഇത് എന്താണ്? എക്സ്പെൻസ് ആണ്. സോ സേ ഫോർ എക്സാമ്പിൾ, ഞാൻ ഇന്ന് രാവിലെ പറഞ്ഞ പോലെ മെഷീൻ, ഈ 10,000 നിങ്ങൾ സ്പെൻഡ് ചെയ്തത് മെഷീൻ വാങ്ങാനാണ്. സോ ദാറ്റ് വിൽ ബി എക്സ്പെൻസ് അല്ല, മറിച്ച് അസറ്റ് ആണ്. അപ്പൊ ഇത് എവിടെയാ വരേണ്ടത്? SOPL ആണോ SOFP ആണോ? ഇനി ഇതേ സാധനം ശ്രദ്ധിച്ചു കേട്ടോ. ഞാന് സാലറി പേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് 10,000 സ്പെൻഡ് ചെയ്തത്. സാലറി പേ ചെയ്യാനാണ് 10,000 സ്പെൻഡ് ചെയ്തത്. ഇസ് ഇറ്റ് an asset? So it's an expense. So എവിടെയായിരിക്കും കാണിക്കുന്നുണ്ടാവുക? SOPL. സോ ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇതിനെയാണ് നമ്മൾ അസറ്റ് എക്സ്പെൻഡിച്ചർ എന്നും ഇതിനെയാണ് നമ്മൾ റവന്യൂ എക്സ്പെൻഡിച്ചർ എന്നും വിളിക്കുന്നത്. അസറ്റ് എക്സ്പെൻഡിച്ചർ ആണെങ്കിൽ അത് എന്തായിട്ട് കാണിക്കണം? അസറ്റ് ആയിട്ട് കാണിക്കണം. അത് എവിടെ പോകണം? SOFPയിൽ പോകണം. റവന്യൂ എക്സ്പെൻഡിച്ചർ ആണെങ്കിൽ അതിന് എക്സ്പെൻസ് ആയിട്ട് കാണിക്കണം. എവിടെ കാണിക്കണം? SOPL. അതത് വർഷത്തെ SOPL എമൗണ്ട് കാണിച്ചിരിക്കണം. ഓക്കെ, ഇനി ശ്രദ്ധിച്ചു, ഇവിടെ ആയിട്ടില്ല, ഞാൻ പറയാം. സോ ക്യാപിറ്റലൈസ്ഡ് എക്സ്പെൻഡിച്ചർ വേഴ്സസ് റവന്യൂ എക്സ്പെൻഡിച്ചർ. സോ എന്താണ് ഈ അസറ്റ് എക്സ്പെൻഡിച്ചർ ഓർ ക്യാപിറ്റലൈസ്ഡ് എക്സ്പെൻഡിച്ചർ എന്ന് ഉദ്ദേശിക്കുന്നത്? These are long term benefits കിട്ടുന്ന എക്സ്പെൻസസ്. ലോങ് ടേം അസറ്റ് വാങ്ങാൻ വേണ്ടിയിട്ട്, ഓക്കെ, അങ്ങനെ നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന എക്സ്പെൻസുകളാണ് എന്താ വിളിക്കുന്നത്? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ അല്ലെങ്കിൽ അസറ്റ് എക്സ്പെൻഡിച്ചർ എന്ന് വിളിക്കുന്നത്, ഓർ ക്യാപിറ്റലൈസ്ഡ് എക്സ്പെൻഡിച്ചർ എന്ന് വിളിക്കുന്നത്. ഇനി ഇതിനെ നമുക്ക് ഡിപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റും. അത് IAS 16 എന്ന് പറയുന്ന ഒരു കാര്യമാണ്.
ആ വാക്ക് ഓർത്ത് വെച്ചേക്ക്, ഡിപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റും. ലാൻഡ് ഒഴികെ ബാക്കി എന്ത് അസറ്റ് ആണെങ്കിലും യു ക്യാൻ ഡിപ്രീഷിയേറ്റ്. ജസ്റ്റ് ഓർത്ത് വെച്ചേക്ക് ആ കാര്യം. ഇനി നിങ്ങളുടെ എളുപ്പത്തിന് വേണ്ടി ഞാനൊരു കാര്യം പറഞ്ഞുതരാം. ഹൗ ടു ഐഡന്റിഫൈ, ഇതിപ്പോ എങ്ങനെയാ ക്വസ്റ്റൻ വരിക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരൊരു ലിസ്റ്റ് ഓഫ് എക്സ്പെൻസ് തന്നിട്ട് ഇത് അസറ്റ് എക്സ്പെൻഡിച്ചർ ആണോ റവന്യൂ എക്സ്പെൻഡിച്ചർ ആണോ എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ ചോദിക്കും. അല്ലെങ്കിൽ അവരിങ്ങനെയായിരിക്കും ചോദിക്കുന്നത്, ഇത് അസറ്റ് എക്സ്പെൻഡിച്ചർ ആണ്, എന്ത് ചെയ്യണം? അസറ്റ് എക്സ്പെൻഡിച്ചർ ആണ്, അസറ്റ് എക്സ്പെൻഡിച്ചർ ആണ് എവിടെ കാണിക്കണം? SOFP കാണിക്കണം. ഇതൊരു റവന്യൂ എക്സ്പെൻഡിച്ചർ ആണ്, എന്ത് ചെയ്യണം? അപ്പൊ നിങ്ങൾ ഇത് എവിടെ കാണിക്കണം? SOP റൈറ്റ് ഓഫ് ചെയ്യണമെന്നാണ്. സോ ആ വാക്കാണ് നമ്മൾ ഇപ്പൊ എഴുതാൻ വേണ്ടി പോകുന്നത്. സോ ഒന്നെങ്കിൽ ഐഡന്റിഫൈ വെദർ ഇറ്റ് ഈസ് എ റവന്യൂ എക്സ്പെൻഡിച്ചർ ഓർ എ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, അല്ലെങ്കിൽ വരാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ഐഡന്റിഫൈ ദ അക്കൗണ്ടിംഗ് ട്രീറ്റ്മെന്റ് ഓഫ് ദാറ്റ് എക്സ്പെൻസ്. എന്ത് ചെയ്യണം? അങ്ങനെ ഒരു എക്സ്പെൻസ് നിങ്ങളുടെ ബിസിനസ്സിൽ വന്നു കഴിഞ്ഞാൽ അസറ്റ് ആയിട്ട് കാണിക്കണോ എക്സ്പെൻസ് ആയിട്ട് കാണിക്കണോ, ഏത് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിലേക്ക് കൊണ്ടുപോകണം, അതാണ് നമ്മളിപ്പം പഠിക്കാൻ വേണ്ടി പോകുന്നത്. ക്ലിയർ ആണല്ലോ? Okay, so you gave the heading asset expenditure versus revenue expenditure. ഞാൻ നിങ്ങൾക്ക് ഒരു ട്രിക്ക് പറഞ്ഞു തരാം. Asset expenditure versus revenue expenditure. Okay, so the trick ഇങ്ങനെയാണ്. Asset expenditure, or this is also called as capital expenditure. Any expenses for purchase or acquisition or construction of non-current asset. അതേത് കാറ്റഗറിയിലെ വരിക? അസറ്റ് എക്സ്പെൻഡിച്ചർ. എന്തൊക്കെയാണ്? ഒന്നെങ്കിൽ നോൺ കറന്റ് അസറ്റ് പർച്ചേസ് ചെയ്യാൻ, അല്ലെങ്കിൽ അത് അക്വയർ ചെയ്യാൻ, which is same as purchase itself, or അത് കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടി. ഏത് അസറ്റ് ആയിരിക്കണം? നോൺ കറന്റ് അസറ്റ്. പർച്ചേസ് ചെയ്യാനോ കൺസ്ട്രക്ട് ചെയ്യാനോ വരുന്ന ഡയറക്റ്റ് കോസ്റ്റുകളൊക്കെ SOP അല്ല പോകേണ്ടത്, അതെന്താണ്? അസറ്റ് എക്സ്പെൻഡിച്ചർ ആണ്. ദേ ആർ. ഇനി വേറൊരു കാറ്റഗറി ഉണ്ട്, ഓൾസോ എക്സ്പെൻസസ് ഓൺ ഇംപ്രൂവ്മെന്റ്. ഈ സെയിം അസറ്റ് ഭാവിയിൽ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്ന എക്സ്പെൻസുകൾ. വാങ്ങാനല്ല, വാങ്ങിച്ചു കഴിഞ്ഞു 2 വർഷം കഴിഞ്ഞിട്ട് അത് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓർ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓർ എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്ന കോസ്റ്റുകൾ. ഓക്കെ, എക്സ്റ്റൻഷൻ കോസ്റ്റ്. ഇതിനൊക്കെ ഏത് കാറ്റഗറിയിലായിരിക്കണം നിങ്ങൾ പെടുത്തേണ്ടത്? അസറ്റ് എക്സ്പെൻഡിച്ചർ കാറ്റഗറിയിൽ വേണം നിങ്ങൾ പെടുത്താൻ. അതായത് ഒരു നോൺ കറന്റ് അസറ്റ് വാങ്ങാൻ ചെലവാക്കിയ എമൗണ്ട്, ഭാവിയിൽ അത് ഇംപ്രൂവ് ചെയ്യാൻ ചെലവാക്കിയ എമൗണ്ട്, അല്ലെങ്കിൽ അത് എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടി ചെലവാക്കിയ എമൗണ്ടുകളൊക്കെ സാധാ എക്സ്പെൻസ് അല്ല, അത് അസറ്റ് എക്സ്പെൻഡിച്ചർ ആണ്, അല്ലെങ്കിൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ്. സോ ഇറ്റ് ഷുഡ് ബി, അടുത്ത വാക്കാണ് ഹൈലൈറ്റ്, ഇറ്റ് ഷുഡ് ബി capitalized. എന്ത് ചെയ്യണം? Capitalized. So what is the meaning of capitalize? Add to cost of asset. അത് അസറ്റ് ആയിട്ട് കാണിക്കാന്നുള്ളത്, അസറ്റിന്റെ കോസ്റ്റിലേക്ക് അത് ആഡ് ചെയ്യാന്നുള്ളത്. അതായത് ഫോർ എക്സാമ്പിൾ ഞാൻ ആദ്യം ഇത് വാങ്ങാൻ വേണ്ടിയിട്ട്, ഇതൊരു ലാൻഡ് ആണെന്ന് വിചാരിക്കും. ലാൻഡ് ഒരു നോൺ കറന്റ് അസറ്റ് അല്ലേ? സോ ലാൻഡ് വാങ്ങാൻ വേണ്ടി ഞാനൊരു $10,000 സ്പെൻഡ് ചെയ്തു. 2 വർഷത്തിന് ശേഷം അത് ലെവല് ചെയ്യാൻ, ലാൻഡ് ലെവല് ചെയ്യാൻ ഞാനൊരു $3,000 സ്പെൻഡ് ചെയ്തു. അപ്പൊ ഈ 3,000 എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓൾറെഡി ഉള്ള ലാൻഡിന്റെ വിലയിലേക്ക്, ലാൻഡ് ഓൾറെഡി അസറ്റ് ആയിട്ട് ഞാൻ കാണിക്കുന്നുണ്ടല്ലോ, അതിലേക്ക് ഞാൻ എന്ത് ചെയ്യണം? ഈ 3,000 ആഡ് ചെയ്യണം. അപ്പൊ ശരിക്കും ഇപ്പൊ ലാൻഡിന്റെ വില എത്രയായി? 13,000. ഇതായിരിക്കണം എന്റെ SOFP ലാൻഡിന്റെ വാല്യൂ. ാണല്ലോ സംഭവം. സോ ഇത് വാങ്ങുമ്പോഴും അസറ്റ് ആയിട്ട് കാണിക്കണം. അതിന്റെ പേര് എന്ത് ഇംപ്രൂവ്മെന്റ്, എൻഹാൻസ്മെന്റ്, എക്സ്റ്റൻഷൻ നടത്തിയാലും ഓൾറെഡി ഉള്ള കോസ്റ്റിലേക്ക് അത് ആഡ് ചെയ്ത് വെക്കണം. അതും അസറ്റ് ആയിട്ട് തന്നെ. അപ്പൊ ഇതിലേക്ക് ആഡ് ചെയ്യാന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്തായിട്ടാണ് കാണിച്ചിരിക്കുന്നത്? അസറ്റ് ആയിട്ട് തന്നെയാണ് കാണിച്ചിരിക്കുന്നത്. അതിനാണ് ക്യാപിറ്റലൈസ് ചെയ്യുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദാറ്റ് ഇസ് കോൾഡ് ആസ് ക്യാപിറ്റലൈസ്ഡ് എക്സ്പെൻഡിച്ചർ. ക്യാപിറ്റലൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ മലയാളത്തിൽ പറഞ്ഞ അസറ്റ് ആയിട്ട് കാണിക്കുക. എന്തായിട്ട് കാണിക്കുക? Asset. Show as an asset.
അപ്പൊ ഇത് എവിടെയാ വരണ്ടേ? SOP യിൽ വരണോ SOFP യിൽ വരണോ? അസറ്റ് ആയിട്ട് കാണിക്കാന്ന് പറയുന്നത് ഏത് സ്റ്റേറ്റ്മെന്റിലാണ്? It will be shown under the non-current asset in the heading in SOFP. Is it clear? This cost will be classified under tangible എന്ന് പറയുന്നില്ല, depends on what non-current asset you are purchasing, under non-current asset in SOFP. So this cost will be classified under non-current asset in SOFP. So ഈ വാക്ക് മനസ്സിലായാലും പുതിയ വാക്ക് ക്യാപിറ്റലൈസ് ചെയ്യുക എന്താന്ന് മനസ്സിലായല്ലോ? ക്യാപിറ്റലൈസ് ചെയ്യുക. റിമെമ്പർ സെന്റൻസ് ഒന്ന് വായിച്ചു നോക്കിയേ. Any expenses, what do you mean by asset expenditure or capital expenditure? Any expenses for the purchase, acquisition or construction of non-current assets is a capital expenditure. ഇനി ഭാവിയിൽ അത് ഇംപ്രൂവ് ചെയ്യാൻ, എക്സ്റ്റെൻഡ് ചെയ്യാൻ, എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെലവാക്കുന്ന എമൗണ്ടും ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ്. ഇനി ഇവരൊക്കെ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ SOFP നോൺ കറന്റ് അസറ്റിന്റെ താഴെ അസറ്റ് ആയിട്ട് കാണിക്കുക. ഈ അസറ്റ് ആയിട്ട് കാണിക്കുന്നതിനെ വിളിക്കുന്ന പേരാണ് ക്യാപിറ്റലൈസ് ചെയ്യുക. ക്ലിയർ ആണല്ലോ? ഇതൊക്കെ അസറ്റ് ആണെന്ന് ഓർത്ത് വെച്ചേക്കുക. SOFP നോൺ കറന്റ് അസറ്റിന്റെ താഴെ അതത് അസറ്റിന്റെ കോസ്റ്റിലേക്ക് ആഡ് ചെയ്ത് വെച്ചേക്കുക. ക്ലിയർ? ഇനി മൈറ. Okay. Next is revenue expenditure. Revenue expenditure. Any expenses incurred in the period other than capital expenditure. Capital expenditure ഒഴികെ ബാക്കി വരുന്ന എല്ലാ എക്സ്പെൻസും എന്താണ്? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ അല്ലാതെ ബാക്കി എല്ലാ എക്സ്പെൻസും എന്താണ്? റവന്യൂ എക്സ്പെൻഡിച്ചർ ആണ്. ഫോർ എക്സാമ്പിൾ റിപ്പയർ, മെയിൻ്റെനൻസ്, replacement, redecoration, salary, rent, electricity, etc. ഇതൊക്കെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ അല്ലെങ്കിൽ പിന്നെ അത് എന്ത് എക്സ്പെൻസ് ആണ്? റവന്യൂ എക്സ്പെൻഡിച്ചർ ആണ്. അത്ര ഓർത്ത് വെച്ചാൽ മതി. ഇനി ഇതിന്റെ പ്രത്യേകത എന്താ? These expenses should be written off in SOPL. These expenses should be written off in SOPL. Written off in SOPL or വേറൊരു വാക്കൂടെ പഠിച്ചു വെച്ചു, charged to SOPL. ഇതൊക്കെ ഓരോരോ ടെർമിനോളജീസ് ആണ് കേട്ടോ. Charged to SOPL in the relevant period. അപ്പം ഇത് എവിടെ കാണിക്കണം? SOFP കാണിക്കോ SOP കാണിക്കോ? SOPL. എന്തായിട്ടായിരിക്കും SOP കാണിക്കുന്നത്? ഇൻകായിട്ട് എന്തായാലും കാണിക്കാറില്ല. എന്തായാലും കാണിക്കുന്നത് എക്സ്പെൻസ് ആയിട്ട് കാണിക്കും. സോ അത് ഏത് പീരീഡിൽ വന്നോ ആ പീരീഡിലെ SOPL നിങ്ങൾ അതിനെ ഒരു എക്സ്പെൻസ് ആയിട്ട് എഴുതി തള്ളുക. റൈറ്റ് ഓഫ് ചാർജ് ടു യുവർ SOPL റിലേറ്റഡ് ടു ദാറ്റ് പീരീഡ്. അസറ്റ് ആയിട്ട് കാണിക്കാൻ പാടില്ല. സംഭവം മനസ്സിലായോ? ഇത് ക്ലിയർ? ഇതാണ് റവന്യൂ എക്സ്പെൻഡിച്ചർ. ഈ ഒരു നോളജ് നിങ്ങൾക്ക് ഒത്തിരി ഉപകാരപ്പെടും. ഇതിനെക്കുറിച്ച് ഇനിയും ഡീറ്റെയിൽ ആയിട്ട് IAS 16 പഠിപ്പിക്കുന്ന സമയത്ത് I will discuss. So I'm just going to give you a small task. So imagine, let's say ഇതൊക്കെ സംഭവിക്കുന്നത് 1 January 2004
ടു 31st December 2024 ഇടയ്ക്ക് സംഭവിക്കുന്ന പല എക്സ്പെൻസുകളാണ് കേട്ടോ. ഫോളോയിങ് ആർ ദ എക്സ്പെൻസസ്. നിങ്ങൾ എഴുതണ്ട. Related to this period. Okay. Starting off with acquisition of a land, $100,000. Legal cost in acquiring land, $2,000. Leveling of land by end of year, $10,000. Purchase a machine on 1st January 2024 for $20,400. By end of December 2024, maintenance on the machine, this was for $2,100. Installation of machine in Jan 2024 for $3,400. Employee cost during the year for $2,500. Employee training cost okay, so these are the expenses. ഇതാണ് ഈ ഒരു വർഷം ഇവർക്ക് വന്നിട്ടുള്ള കുറച്ച് ചെലവുകളെല്ലാം ഞാൻ ഇവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ജനുവരി തൊട്ട് ഡിസംബർ വരെ ഇവർക്ക് വന്നിരിക്കുന്ന ചില എക്സ്പെൻസസ് ആണ്. അപ്പൊ നിങ്ങളുടെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു നീഡ് ടു ഡിഫറൻഷിയേറ്റ് ഫസ്റ്റ്. ഇതിൽ ഏതൊക്കെയാണ് അസറ്റ് എക്സ്പെൻഡിച്ചർ, ഏതൊക്കെയാണ് റവന്യൂ എക്സ്പെൻഡിച്ചർ, അത് കഴിഞ്ഞിട്ട് അക്കൗണ്ടിംഗ് ട്രീറ്റ്മെന്റിലേക്ക് പോകാം. സോ ഫസ്റ്റ് വൺ, അക്വിസിഷൻ ഓഫ് ലാൻഡ്. ലാൻഡ് എന്താണ്? കറന്റ് അസറ്റ് ഓർ നോൺ കറന്റ് അസറ്റ്? ഓക്കെ, സോ ദിസ് ഇസ് എ നോൺ കറന്റ് അസറ്റ്. അത് വാങ്ങാൻ വേണ്ടി നിങ്ങൾ ഈ വർഷം ചെലവാക്കി $100,000. So is it a capital expenditure or a revenue expenditure? Okay, so without a doubt this is a capital അല്ലെങ്കിൽ ഇതിനെ നമ്മൾ asset expenditure എന്ന് പറയാം. Capital expenditure. Okay, very good. ഇനി ലീഗൽ കോസ്റ്റ് ഇൻ അക്വയറിംഗ് ദ ലാൻഡ്. ഈ ലാൻഡ് വാങ്ങാൻ വേണ്ടി നിങ്ങൾക്ക് രജിസ്ട്രാർക്ക് കുറച്ച് പൈസ കൊടുക്കേണ്ടതായിട്ട്, അങ്ങനെ കുറച്ച് ലീഗൽ കോസ്റ്റ് വരേണ്ടതായിട്ട് വന്നു, വിച്ച് ഇസ് 2,000. റവന്യൂ എക്സ്പെൻഡിച്ചർ ഓർ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. ഈ ലാൻഡ് വാങ്ങണമെങ്കിൽ ഈ ലീഗൽ കോസ്റ്റ് മുടക്കാതെ നിങ്ങൾക്ക് ഈ ലാൻഡ് വാങ്ങാൻ പറ്റില്ല. സോ ദാറ്റ് ഇസ് ടെക്നിക്കലി ദ സെയിം ആസ് പർച്ചേസ് ഓഫ് ലാൻഡ് തന്നെയല്ലേ. സോ ദിസ് ഇസ് ഓൾസോ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. മനസ്സിലാവുന്നുണ്ടോ? ഈ ലാൻഡ് വാങ്ങാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ആ കോസ്റ്റ് ബെയർ ചെയ്തത്. സോ ദാറ്റ് ഇസ് സെയിം ആസ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. ഇനി ലെവലിംഗ് ഓഫ് ദ ലാൻഡ്. പക്ഷെ ഇത് വർഷാവസാനത്തേക്കാണ് നമ്മൾ ചെയ്തത്. വാങ്ങി പിന്നീട് വർഷത്തിന് എൻഡായപ്പോൾ നമ്മൾ ആ ലാൻഡ് ലെവൽ ചെയ്യാൻ തീരുമാനിച്ചു. എന്നുവെച്ചാൽ അത് ഇംപ്രൂവ് ചെയ്യാൻ തീരുമാനിച്ചു, എൻഹാൻസ് ചെയ്യാൻ തീരുമാനിച്ചു എന്നാണ് അതിന്റെ മീനിങ്. സോ ഇസ് ഇറ്റ് എ റവന്യൂ എക്സ്പെൻഡിച്ചർ ഓർ എ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ? ഇറ്റ് ഈസ് ഓൾസോ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. സോ ഇവിടെ നിന്നൊക്കെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ചെലവാക്കിയ എമൗണ്ടിൽ നിന്നൊക്കെ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഫ്യൂച്ചർ ഇക്കണോമിക് ബെനിഫിറ്റ് കിട്ടും. അതുകൊണ്ടാണ് അതിനെ അസറ്റ് ആയിട്ട് കാണിക്കുന്നത്. ഈ ചെലവാക്കിയ എമൗണ്ടിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ഫ്യൂച്ചർ ഇക്കണോമിക് ബെനിഫിറ്റ് കിട്ടും. ഓക്കെ, ഇനി മെഷീൻ പർച്ചേസ് ചെയ്തു ജനുവരി 1-ാം തീയതി. റവന്യൂ എക്സ്പെൻഡിച്ചർ ഓർ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ? ദിസ് ഇസ് ഓൾസോ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. ഡിസംബറിന്റെ എൻഡ് ആയപ്പോൾ അതിന്റെ മേലെ മെയിന്റനൻസ് നടത്തി. അതെന്താ അതിന്റെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്? അത് ഞാൻ ലിസ്റ്റ് തന്നോണ്ടല്ലേ. ഞാൻ ലിസ്റ്റ് തന്നില്ലായിരുന്നെങ്കിലോ? ഞാൻ ലിസ്റ്റ് തന്നിട്ടില്ലായിരുന്നെങ്കിലും അത് റവന്യൂ എക്സ്പെൻഡിച്ചർ തന്നെയാണ്. ബട്ട് വാട്ട് ഇസ് ദ റീസൺ ഫോർ ദാറ്റ്? ഇതിൽ നിങ്ങൾക്ക് അഡീഷണൽ മെയിൻ്റെനൻസ് ചെയ്താൽ നിങ്ങൾക്ക് അഡീഷണൽ ബെനിഫിറ്റ് ഒന്നും കിട്ടത്തില്ല. ഇപ്പോൾ ഉള്ള അതേ കണ്ടീഷനിൽ തന്നെ ഈ അസറ്റ് മുന്നോട്ട് പോകും. നേരെ മറിച്ച് മെയിൻ്റെനൻസിന് പകരം നിങ്ങൾ അതിന്റെ വലിയ ഇംപ്രൂവ്മെന്റ് ആണ് നടത്തുന്നതെങ്കിൽ അതിന്റെ കപ്പാസിറ്റി ഒന്നുകൂടെ കൂടും.
മെയിൻ്റനൻസ് ചെയ്താൽ ഇപ്പൊ എന്താ സംഭവിക്കും? റിപ്പയർ, മെയിൻ്റനൻസ്, റീപ്ലേസ്മെന്റ് ഒക്കെ ചെയ്യുമ്പോൾ ഇപ്പോൾ ഉള്ള അതേ കണ്ടീഷനിൽ തന്നെയായിരിക്കും അത് മുന്നോട്ട് പോകുന്നുണ്ടാവുക. അഡീഷണൽ ഇക്കണോമിക് ബെനിഫിറ്റ് നമുക്ക് അതിൽ നിന്ന് കിട്ടില്ല. ഐഡിയ ക്ലിയർ? ലാൻഡ് ലെവൽ ചെയ്യുമ്പോൾ അങ്ങനെയല്ല. നിരപ്പായിട്ട് കിടക്കുന്ന ഒരു സ്ഥലം വിൽക്കുന്നതാണോ കുണ്ടും കുഴിയുള്ള സ്ഥലം വിൽക്കുന്നതാണോ? ഏതിനായിരിക്കും വാല്യൂ കൂടുതൽ? നിരപ്പായിട്ടുള്ള ഒരു സ്ഥലം. സോ ദ മണി ദാറ്റ് യു സ്പെൻഡ് വിൽ ഗിവ് യു അഡീഷണൽ ഇക്കണോമിക് ബെനിഫിറ്റ്. ഓക്കെ. ലീഗൽ കോസ്റ്റ് അക്വയറിംഗ് ദ ലാൻഡ്. ലാൻഡ് വാങ്ങണമെങ്കിൽ ലീഗൽ കോസ്റ്റ് സഫർ ചെയ്തേ പറ്റുള്ളൂ. അല്ലാതെ നമുക്കൊരു ലാൻഡ് വാങ്ങാൻ പറ്റില്ല. അതായത് ഭാവിയിൽ നമുക്ക് പ്രശ്നം വരാതിരിക്കണമെങ്കിൽ നമ്മൾ ഇന്ന് ആ ലീഗൽ കോസ്റ്റ് ബെയർ ചെയ്തേ പറ്റുള്ളൂ. So that is necessary for the purchase of the land. അത് ലാൻഡ് പർച്ചേസ് ചെയ്യാൻ അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കോസ്റ്റ് ആണ്. അത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. അപ്പൊ നമുക്ക് ഇതിനകത്ത് വേറൊരു കൺക്ലൂഷനിൽ എത്താൻ പറ്റും. ഒരു അസറ്റിന്റെ മേലെ നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന എമൗണ്ട് ഭാവിയിൽ അതിന് എക്സ്ട്രാ ബെനിഫിറ്റ് തരാൻ കപ്പാസിറ്റി ഉണ്ടെങ്കിൽ അതിനെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആയിട്ട് കാണിക്കാം. ഇപ്പോൾ അതേ ലെവലിൽ കൊണ്ടുപോകാൻ വേണ്ടിയാണെങ്കിൽ സഹായിക്കുവാണെങ്കിൽ അതിനെ റവന്യൂ എക്സ്പെൻഡിച്ചർ ആയിട്ട് കാണിക്കുക. അതുകൊണ്ടാണ് റിപ്പയർ ചെയ്യുമ്പോൾ. റിപ്പയർ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? പഴയ കണ്ടീഷനിലേക്ക് തിരിച്ചെത്തുക. അത്രേ സംഭവിക്കുള്ളൂ. ഈ കമ്പ്യൂട്ടർ കേടായി. ഇത് റിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഇത് വാങ്ങിച്ചപ്പോ ഇന്ന് കണ്ടീഷനിൽ എത്തും. അല്ലാതെ ഇതിനകത്ത് സ്റ്റോറേജ് കൂടുവോ? ഇല്ല. ഇതിനകത്ത് വേറെ അഡീഷണൽ ഫീച്ചേഴ്സ് വരുമോ? ഇല്ല. സോ പഴയ ഉള്ള എക്സിസ്റ്റിംഗ് കണ്ടീഷൻ തന്നെ അതിന് മുന്നോട്ട് പോകാൻ സഹായിക്കും. അത്രേ ഉള്ളൂ. അപ്പൊ അഡീഷണൽ ബെനിഫിറ്റ് കിട്ടുന്നില്ല. ഡിഫറൻസ് ക്ലിയർ? ഓക്കെ. സോ ഇനി അപ്പൊ ഇൻസ്റ്റലേഷൻ ഓഫ് ദ മെഷീൻ വാങ്ങിച്ചപ്പോൾ അത് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിട്ട് ഒരു 3,400 സ്പെൻഡ് ചെയ്തു. റവന്യൂ എക്സ്പെൻഡിച്ചർ ഓർ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ? കാരണം എന്താ? ഇൻസ്റ്റാൾ ചെയ്യാതെ പിന്നെ എങ്ങനെയാ മെഷീൻ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നത്? സോ ദാറ്റ് ഇസ് ഓൾസോ വെരി ഇമ്പോർട്ടന്റ്. എംപ്ലോയി കോസ്റ്റ്, അതായത് എംപ്ലോയിയുടെ സാലറി റവന്യൂ എക്സ്പെൻഡിച്ചർ ഓർ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ? റവന്യൂ എക്സ്പെൻഡിച്ചർ. എംപ്ലോയിക്ക് ട്രെയിനിങ് കൊടുത്തു ഈ മെഷീൻ ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. എംപ്ലോയിക്ക് ട്രെയിനിങ് കൊടുത്തു. No. I'll also tell you the reason for that. ഈ ട്രെയിനിങ് കൊടുത്ത എംപ്ലോയി നിങ്ങളുടെ കമ്പനിയിൽ നിൽക്കുമോ? നിങ്ങൾക്ക് എന്തെങ്കിലും ഉറപ്പുണ്ടോ? ട്രെയിനിങ് കിട്ടിയിട്ട് അവർക്ക് വേറെ എഴുതുമ്പോൾ കൂടെ. സോ എനി എംപ്ലോയി റിലേറ്റഡ് കോസ്റ്റ് ഇസ് എ റവന്യൂ എക്സ്പെൻഡിച്ചർ. റീസൺ ബീയിങ് നമുക്ക് അഡീഷണൽ ബെനിഫിറ്റ് ഗ്യാരണ്ടി ചെയ്യാൻ പറ്റത്തില്ല. Because we can give them training. We can't guarantee that അടുത്ത മാസം അവർ നമ്മുടെ കൂടെ ഉണ്ടാവും. നമുക്ക് ഉറപ്പ് പറയാൻ പറ്റത്തില്ല. Is it clear? ക്ലിയർ ആണല്ലോ? എംപ്ലോയിക്ക് ട്രെയിനിങ് കൊടുത്തു, എംപ്ലോയിക്ക് സാലറി കൊടുത്തു, അതിനെ നമുക്ക് ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല. അത് എപ്പോഴും എന്ത് എക്സ്പെൻഡിച്ചർ? അത് അസറ്റ് അല്ല. അതിൽ നമുക്ക് ഫ്യൂച്ചർ ഇക്കണോമിക് ബെനിഫിറ്റ് ഗ്യാരണ്ടി ചെയ്യാൻ പറ്റത്തില്ല. ഇറ്റ്സ് ഓൾവേസ് എ റവന്യൂ എക്സ്പെൻഡിച്ചർ. ക്ലിയർ ആണോ? ഇനി ഇങ്ങനെ പറയും, ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി കുറച്ച് സ്റ്റാഫിന് വേജസ് കൊടുത്തു. അതായത് ഇൻസ്റ്റലേഷൻ വന്ന ആൾക്കാർക്ക് വേജസ് കൊടുത്തു. അത് റവന്യൂ എക്സ്പെൻഡിച്ചർ ആണോ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണോ? അത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ തന്നെയല്ലേ. കാരണം അത് ഇൻസ്റ്റലേഷന്റെ കോസ്റ്റ് തന്നെയല്ലേ. അത് ഇൻഡയറക്ട്ലി എന്ത് കോസ്റ്റ് തന്നെയാ? ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്ന കോസ്റ്റ് അല്ലേ. അതായത് ഒരു പ്ലാറ്റ്ഫോം പണിതു, അതിൽ മെഷീൻ വെക്കാൻ വേണ്ടിയിട്ട് പണിയെടുത്ത ആൾക്കാർക്ക് സാലറി കൊടുത്തു. അത് ഇൻസ്റ്റലേഷൻ ശരിക്കും പറഞ്ഞാൽ എന്ത് കോസ്റ്റ് തന്നെ? ഇൻസ്റ്റലേഷൻ കോസ്റ്റ് തന്നെയാണ്. സോ ദാറ്റ് ഇസ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. ഐഡിയ ക്ലിയർ? സോ ഒരു ബേസ് ഐഡിയ കിട്ടിയോ? ഞാൻ ഇപ്പൊ നിങ്ങൾക്ക് തന്നിരിക്കുന്നത് കുറച്ച് വേർഡ്സ് വെച്ചിട്ട് ക്വസ്റ്റ്യൻ ഐഡന്റിഫൈ ചെയ്യാനുള്ള ട്രിക്കാ പറഞ്ഞിരിക്കുന്നത്. റിപ്പയർ, മെയിൻ്റനൻസ്, റീപ്ലേസ്മെന്റ്, റീഡെക്കറേഷൻ, സാലറി, വേജസ് എന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ പൊതുവെ അത് ഏത് കാറ്റഗറിയിലാണ് വരുന്നത്? റവന്യൂ എക്സ്പെൻഡിച്ചറിലാണ്. പർച്ചേസ് ചെയ്യാൻ വേണ്ടി വന്ന കോസ്റ്റ്, ഇൻസ്റ്റലേഷൻ കോസ്റ്റ്, ലീഗൽ കോസ്റ്റ്, ഇംപ്രൂവ്മെന്റ്, എൻഹാൻസ്മെന്റ് എന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ അത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആയിരിക്കും. ഐഡിയ ക്ലിയർ? സോ ഐഡന്റിഫൈ. മഹീറ, ഇസ് ദിസ് ക്ലിയർ? യെസ്. ഇനി ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത ടാസ്ക് എന്ന് പറയുന്നത് അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ്. സോ ലാൻഡ് എന്തായിരിക്കും? ഏത് സ്റ്റേറ്റ്മെന്റ് പോകുന്ന ആദ്യം പറയണം. ലാൻഡ് വാങ്ങിച്ച് ഈ 100,000 ഏത് സ്റ്റേറ്റ്മെന്റ് പോകും? SOFP. എന്തായിട്ട് പോകും? നോൺ കറന്റ് അസറ്റിൽ. അതും ടാഞ്ചിബിൾ നോൺ കറന്റ് അസറ്റിന്റെ താഴെ SOFPയില് ലാൻഡ് എന്ന് പറഞ്ഞിട്ട് യു വിൽ ഷോ എത്ര? 100,000 പ്ലസ് ലാൻഡ് വാങ്ങാൻ സ്പെൻഡ് ചെയ്ത ലീഗൽ കോസ്റ്റും നിങ്ങൾ അവിടെ കാണിച്ചിരിക്കണം. പ്ലസ് ലാൻഡ് ലെവൽ ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്ന 10,000 നിങ്ങൾ അവിടെ കാണിച്ചിരിക്കും. സോ ടെക്നിക്കലി ലാൻഡിന്റെ കോസ്റ്റ് ശരിക്കും എത്രയാണ്? 1,12,000. ഇതിനെയാണ് ക്യാപിറ്റലൈസ് ചെയ്യുക എന്ന് പറയുന്നത്. അതായത് ആ കോസ്റ്റുകളൊക്കെ ആ അസറ്റിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. സെന്റൻസ് നോക്കിയേ.
It should be capitalized. ഈ പറയുന്ന ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചേഴ്സ് ആണെങ്കിൽ അത് എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ ക്യാപിറ്റലൈസ് ചെയ്യണം. ആഡ് ടു ദ കോസ്റ്റ് ഓഫ് ദി അസറ്റ്. ഇവിടെ നമ്മുടെ അസറ്റ് ഏതാണ്? ലാൻഡ് ആണ്. ലാൻഡിന്റെ പർച്ചേസ് പ്രൈസിലേക്ക് ഇതും ആഡ് ചെയ്തു, ഇതും ആഡ് ചെയ്തു. So these are all capital expenditure. So the total capital expenditure will be 1,20,000. Got it? ഇനി മെഷീൻ വാങ്ങി. So again, this is a ഇത് എവിടെയാ വരേണ്ട? SOFP. ഇതെല്ലാം SOFP ആണ്. This is also SOFP. This is also SOFP. ഇനി മെഷീൻ വാങ്ങി SOFP. ടാഞ്ചിബിൾ നോൺ കറന്റ് അസറ്റിന്റെ താഴെ മെഷീൻ എന്ന് പറഞ്ഞിട്ട് എത്ര എമൗണ്ട്? ഡിപ്രിസിയേഷൻ ഒക്കെ ഉണ്ട്, തൽക്കാലം അത് മൈൻഡ് ചെയ്യേണ്ട. എത്ര കാണിക്കും? 2,400 കാണിക്കും. പിന്നെ അത് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി ഇത് കാണിക്കുവോ? ഈ 2,100 കാണിക്കുവോ? മെയിൻ്റനൻസ് കോസ്റ്റ് കാണിക്കുവോ? അത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണോ? മെയിൻ്റനൻസ് കോസ്റ്റ് എന്ത് എക്സ്പെൻഡിച്ചറാ? റവന്യൂ എക്സ്പെൻഡിച്ചർ ആണ്. മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി അഡീഷണൽ ബെനിഫിറ്റ് കിട്ടൂല. മെയിൻ്റനൻസ് കോസ്റ്റ് ഇസ് എ റവന്യൂ എക്സ്പെൻഡിച്ചർ. അപ്പൊ അത് എവിടെയാ കാണിക്കണ്ടേ? SOPL നിങ്ങൾ ആ വർഷം മെയിൻ്റനൻസ് കോസ്റ്റ് എന്ന് പറഞ്ഞിട്ട് എത്ര കാണിക്കണം? 2,100 കാണിക്കണം. ക്ലിയറാണോ? ഇനി മെഷീന്റെ കോസ്റ്റിലേക്ക് പിന്നെ എന്താ ആഡ് ചെയ്യും? ഈ ഇൻസ്റ്റലേഷൻ കോസ്റ്റ് ഇല്ലേ 3,400, അത് നിങ്ങൾ എങ്ങോട്ടേക്ക് ആഡ് ചെയ്യണം? മെഷീന്റെ കോസ്റ്റിലേക്ക് ആഡ് ചെയ്യണം. അപ്പൊ ശരിക്കും SOFP ടാഞ്ചിബിൾ നോൺ കറന്റ് അസറ്റിന് താഴെ ഈ വർഷം മെഷീൻ എന്ന് പറഞ്ഞ് 20,400 പ്ലസ് ഒരു 3,400 കൂടെ നിങ്ങൾ കാണിക്കുന്നതായിരിക്കും. മെയിൻ്റനൻസ് അവിടെ വരില്ല. അത് എവിടെ കാണിക്കുന്നത്? SOPL എക്സ്പെൻസ് ആയിട്ട് കാണിക്കുക. ക്ലിയർ ആണോ? ഇനി എംപ്ലോയി കോസ്റ്റ്, എംപ്ലോയി ട്രെയിനിങ് കോസ്റ്റ്, ഇത് രണ്ടും എവിടെയാ വരണ്ടേ? SOPL എംപ്ലോയി കോസ്റ്റ് എന്ന് പറഞ്ഞൊരു എക്സ്പെൻസ് ആയിട്ട് ഈ ഫുൾ 3,800 നിങ്ങൾ കാണിക്കും. So did you understand? നിങ്ങൾ ചെലവാക്കിയ എമൗണ്ട് എവിടെ എവിടെ പോകണമെന്ന്? ഇതൊരു ബേസിക് അക്കൗണ്ടിങ് സ്റ്റുഡന്റ് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. ഒരു എമൗണ്ട് അത് നിങ്ങൾ ഈവൻ ഇവിടെ വർക്ക് ചെയ്ത് ഇവിടെ അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റ് നാളെ നിങ്ങൾ കയറിയാലും നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. നിങ്ങൾ ചെലവാക്കുന്ന ഒരു എമൗണ്ടിനെ നിങ്ങൾ അതിനെ അസറ്റ് ആയിട്ട് കാറ്റഗറൈസ് ചെയ്യുമ്പോൾ എക്സ്പെൻസ് ആയിട്ട് കാറ്റഗറൈസ് ചെയ്യും. അപ്പൊ എനിക്ക് തരുന്ന എമൗണ്ട്, ഇവിടെ എംപ്ലോയീസിന് കൊടുക്കുന്ന സാലറി, ഇവിടെ പേ ചെയ്യുന്ന റെന്റ്, ഇലക്ട്രിസിറ്റി, ഇതൊക്കെ റവന്യൂ എക്സ്പെൻഡിച്ചർ ആണ്. ഇത് എവിടെയാ റെക്കോർഡ് ചെയ്യേണ്ടത്? SOPL എക്സ്പെൻസ് ആയിട്ട്. ഫർണിച്ചർ വാങ്ങാൻ ചെലവാക്കിയ എമൗണ്ട്, എക്യുപ്മെന്റ്സ് വാങ്ങാൻ ചെലവാക്കിയ എമൗണ്ട്, അതൊക്കെ ഇന്റീരിയർ ചെയ്യാൻ വേണ്ടി ചെലവാക്കിയ എമൗണ്ട്, ഇതൊക്കെ എന്താണ്? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ്. അസറ്റ് ആയിട്ട് കാണിക്കണം. അപ്പൊ ഇത് എവിടെ എനിക്ക് വരേണ്ട? SOFP. സോ നാളെ ഇവര് ഒരു കുറച്ച് ഡസ്റ്റ്ബിൻ വാങ്ങി. സോ ഡസ്റ്റ്ബിൻ ഒക്കെ നോർമലി അത് നമ്മൾ നോൺ കറന്റ് അസറ്റ് എന്ന് പറഞ്ഞ് യൂസ് ചെയ്യാറ്. നമ്മൾ അതിനെ എന്താണ് ട്രീറ്റ് ചെയ്യാറില്ല? ഓഫീസ് എക്സ്പെൻസസ് ആയിരിക്കും ട്രീറ്റ് ചെയ്യുന്നുണ്ടാവുക. ദാറ്റ് ഇസ് ലൈക്ക് എ നോൺ റവന്യൂ എക്സ്പെൻഡിച്ചർ ആയിട്ടായിരിക്കും ട്രീറ്റ് ചെയ്യുന്നത്. നിങ്ങൾ ഒരു വീഗൈഡ് തന്നെ എടുത്തു നോക്കി. ഇവിടെ ചെലവാക്കുന്ന ഓരോ എമൗണ്ട്, യു ടെൽ മീ സം ഓഫ് ദ എമൗണ്ട്സ് യു ആർ സ്പെൻഡിങ് ഹിയർ. ഐ ടെൽ യു ഹൗ ടു കാറ്റഗറൈസ് ഇറ്റ്. സോ ഇവിടെ ചെലവാക്കുന്ന കുറച്ച് എമൗണ്ടുകളൊന്ന് ആലോചിച്ച് നോക്കി. ഇവിടെ ചെലവാക്കുന്ന, ഇവിടെ വാട്ടർ ബിൽ എന്തായാലും വരുമല്ലോ. ഇവിടെ എന്തായാലും പ്യൂരിഫയർ ഉണ്ട്. സോ എല്ലാ 2 ആഴ്ച കൂടുമ്പോഴും നമ്മൾ ഒരു 4 ക്യാൻ വെച്ചിട്ട് വാങ്ങുന്നുണ്ട്. സോ ഈ വാട്ടർ ബില്ലിനെ ഞാൻ ഏത് കാറ്റഗറിയിൽ കൊണ്ടുപോകണം? ഷുഡ് ഐ ടേക്ക് ഇറ്റ് ആസ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഓർ റവന്യൂ എക്സ്പെൻഡിച്ചർ? റെക്കറിംഗ് ആണല്ലോ. ഓക്കെ, അഡീഷണൽ ബെനിഫിറ്റ് ഒന്നും കിട്ടുന്നില്ല. പക്ഷെ ആ വാട്ടർ പ്യൂരിഫയർ വാങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ സ്പെൻഡ് ചെയ്ത എമൗണ്ടോ? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ്. ഓക്കെ, ഗിവ് മീ അനദർ എക്സാമ്പിൾ. Electricity, which we know that this is a revenue expenditure, rent is a revenue expenditure. ഇവിടുത്തെ താഴെ സെക്യൂരിറ്റിക്ക് കൊടുക്കുന്നതാണെങ്കിലും ഇവിടുത്തെ സ്റ്റാഫിന് കൊടുക്കുന്ന ഒക്കെ റവന്യൂ എക്സ്പെൻഡിച്ചർ ആണ്. വേറെ സോ ഈ വാട്ടർ ബില്ലും അവർ ഓഫീസ് എക്സ്പെൻസിന്റെ കാറ്റഗറിയിലാണ് കൊടുക്കാറുള്ളത്. ഓഫീസ് എക്സ്പെൻസ് പറഞ്ഞൊരു ഹെഡിങ് ഉണ്ട് സോഫോയില്. സോ അതിന്റെ താഴെയായിരിക്കും ഈ ഇൻവോയ്സ് അവർ ആഡ് ചെയ്യുന്നുണ്ടാവുക. പിന്നെ faculty payment, that is equivalent to a employee cost പോലെയാണ്. So that will be a revenue expenditure. Okay. There. ഈ അടുത്ത് മേളില് നിങ്ങൾ മുകളിൽ കയറി നോക്കിയായിരുന്നോ? You see that ഒരു ക്ലാസ് വലിയ സ്ക്രീൻ ഇരിക്കുന്നുണ്ടായിരുന്നോ? That is an interactive panel. So interactive panel വാങ്ങി.
let's say it was for 1,60,000 something rupees. Plus അതിലേക്ക് ഡെലിവറി ചാർജ് വന്നിട്ടുണ്ട്. അതിവിടെ എത്തിക്കാൻ വേണ്ടിയിട്ട് അതിന്റെ ആൾക്കാര് ഒരു 2,000 rupees സ്പെൻഡ് ചെയ്തെന്ന് വിചാരിക്കും. ഇവിടെ വന്നിട്ട് അതിന് വേണ്ടിയിട്ട് നമുക്കൊരു ചെറിയ സെഷൻ അറേഞ്ച് ചെയ്തവര്. സോ അതായത് അവിടുത്തെ അതിന് തന്നെ ഒരു സ്റ്റാഫ് വന്നു വേർ വി ഹാഡ് ടു പേ എ സ്മോൾ എമൗണ്ട് ടു ദം ടു എക്സ്പ്ലെയിൻ ദ വർക്കിംഗ്. അപ്പൊ നമ്മൾ അവരുടെ സ്റ്റാഫിന് ഒരു 500 കൊടുക്കും. സോ ഹൗ വിൽ ഐ ട്രീറ്റ് ദിസ്? All of this is capital expenditure. സോ മൊത്തത്തില് ഇന്ററാക്റ്റീവ് പാനൽ എന്ന് പറഞ്ഞിട്ട് എത്രയായിരിക്കണം ഞാൻ SOFP കോസ്റ്റ് കാണിക്കേണ്ട? 1,60,500 ആയിരിക്കണം കോസ്റ്റ് കാണിക്കണം. These are all capital expenditure. So ഇത് എന്ത് ചെയ്യണം? ക്യാപിറ്റലൈസ് ചെയ്യണം, അതായത് അസറ്റിലേക്ക് ആഡ് ചെയ്യണം, എന്നിട്ട് SOFP ഒരു അസറ്റ് ആയിട്ട് കാണിക്കണം. ക്ലിയർ ആണോ? ഇപ്പൊ റവന്യൂ എക്സ്പെൻഡിച്ചർ ആണെങ്കിൽ നേരെ SOP-യിലേക്ക് തട്ടിയിട്ടേക്ക്. റൈറ്റ് ഓഫ് ഇൻ യുവർ SOP. ഫോർ എക്സാമ്പിൾ ഇത് വാട്ടർ ബില്ല്, അത് ഓഫീസ് എക്സ്പെൻസ് എന്ന് പറഞ്ഞ SOP-യിൽ കാണിക്കും. ഫാക്കൽറ്റി പേയ്മെന്റ് അത് ശരിക്കും കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആയിട്ടായിരിക്കും ഇവിടെ കാണിക്കുന്നുണ്ട്. ഇവിടെ ഫാക്കൽറ്റി പേയ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? അതാണല്ലോ അവരുടെ ഈ സർവീസ് കൊടുക്കാൻ വേണ്ടി അവർക്ക് വരുന്ന ഡയറക്റ്റ് കോസ്റ്റ്. സോ ദിസ് ഇസ് കോസ്റ്റ് ഓഫ് സെയിൽ ആയിട്ടായിരിക്കും കാണിക്കുന്നത്. പ്യൂരിഫയർ അവർ എന്തായിട്ടായിരിക്കും കാണിക്കുന്നത്? SOFP-യില് നോൺ കറന്റ് അസറ്റിന്റെ താഴെ അസറ്റ് ആയിട്ട് അവർ പ്യൂരിഫയറിന്റെ എമൗണ്ട് കാണിക്കും. സോ ഏകദേശം ഒരു എക്സ്പെൻസ് കണ്ടു കഴിഞ്ഞാൽ അത് അസറ്റ് എക്സ്പെൻഡിച്ചർ ആണോ റവന്യൂ എക്സ്പെൻഡിച്ചർ ആണോ എന്ന് നിങ്ങൾക്ക് ചിന്തിച്ചെടുക്കാൻ പറ്റുമല്ലോ. ഇപ്പം ഓക്കെ, രണ്ട് രീതിയിലാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. ഒന്നെങ്കിൽ ടു ഐഡന്റിഫൈ വെദർ ഇറ്റ് ഇസ് എ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഓർ എ റവന്യൂ എക്സ്പെൻഡിച്ചർ. രണ്ടാമത്തെ ഒരു അഡ്ജസ്റ്റ്മെന്റ് വരുന്നത്, ഇനി ഇഫ് ഇറ്റ് ഈസ് എ റവന്യൂ എക്സ്പെൻഡിച്ചർ കറക്റ്റ് ട്രീറ്റ്മെന്റ്, കുറെ ഓപ്ഷൻസ് കാണും, അതിൽ കറക്റ്റ് ട്രീറ്റ്മെന്റ് പറഞ്ഞു കൊടുക്കുക. സോ വാക്കുകൾ ഓർത്ത് വെച്ചു. ഇഫ് ഇറ്റ് ഈസ് എ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ യു നീഡ് ടു ക്യാപിറ്റലൈസ് or add it to the cost of the, if it is a capital expenditure you need to capitalize or add it to the cost of the assets in SOFP. If it is a revenue expenditure you need to write off or charge as an expense in your SOPL. So ആ ഒരു സ്റ്റേറ്റ്മെന്റ് നോക്കി വെച്ചേക്കാം. ഈ രണ്ട് രീതിയിലാണ് you will be getting a question related to, but examiner has said minimum ഒരു question ഈ ഒരു ആസ്പെക്ട് ചെയ്ത് പ്രതീക്ഷിച്ചോ, മിനിമം ഒരെണ്ണം. ഓക്കെ, സോ ഐ ഹോപ്പ് ദിസ് ഐഡിയ ഇസ് ക്ലിയർ ഫോർ യു. ക്ലിയർ ആണോ മഹിറ? Clear. ഓക്കെ, സോ ഇനി ഒന്ന് ആലോചിക്കുക. എക്സ്പെൻസസ്, ഡെയിലി ഓപ്പറേഷണൽ കോസ്റ്റ്, റെന്റ്, വേജസ്, റിപ്പയർ. സോ ഇവിടെ ഓൾറെഡി ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. സോ 27,000 സ്പെൻഡ് ചെയ്തിട്ട് ഒരു പുതിയ കാർ വാങ്ങി. So that will be considered as an asset. Please remember, road tax, sales tax, അതേപോലെ ടാക്സ് എമൗണ്ടുകളൊന്നും നമ്മൾ എന്താക്കി കാണിക്കേണ്ട ആവശ്യമില്ല, എക്സ്പെൻസ് ആയിട്ട് കാണിക്കേണ്ട ആവശ്യം, അതായത് അസറ്റ് ആയിട്ട് കാണിക്കേണ്ട ആവശ്യം ഇല്ല. ദീസ് ആർ നോട്ട് അസറ്റ് ഫോർ us, ദീസ് ആർ ഓൾ എക്സ്പെൻസസ് ഫോർ us. സോ വാറണ്ടി, ഗ്യാരണ്ടി ഒക്കെ നമ്മൾ പൈസ സ്പെൻഡ് ചെയ്യുന്നു, റോഡ് ടാക്സ്, സെയിൽസ് ടാക്സ് നമ്മൾ സ്പെൻഡ് ചെയ്യുന്നു, ദീസ് ആർ ഓൾ ആർ എക്സ്പെൻസസ് ആയിട്ടാണ് കാണിക്കേണ്ടത്. പിന്നെ 10,000 ടു പർച്ചേസ് യൂസ്ഡ് വാൻ, യൂസ് ചെയ്ത വാൻ പർച്ചേസ് ചെയ്യാൻ വേണ്ടി എന്തായിരിക്കും അത്? അസറ്റ്. നൗ 12,000 for refurbishing a van, which is same as improving van. Repair alla, we are improving the van. So that is also a asset expenditure. Monthly rental 1,000, which is a revenue expenditure. Clear ആണോ? So basic classification. ഏതെങ്കിലും ഈ ഒരു ആസ്പെക്ടിൽ IAS 16 കൂടെ പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാകും. കാരണം അവിടെ ഐ ബി ഗിവിംഗ് യു ഹ്യൂജ് ലിസ്റ്റ്. ആ ലിസ്റ്റിൽ നിങ്ങളുടെ എക്സാമിന് വരാൻ ചാൻസ് ഉള്ള ഒരുവിധം എല്ലാ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചേഴ്സും റവന്യൂ എക്സ്പെൻഡിച്ചേഴ്സും കവേർഡ് ആയിരിക്കും. സോ നിങ്ങൾക്ക് ആ ലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ യു വിൽ ഹാവ് എ ബെറ്റർ ഐഡിയ. സോ അതിനകത്തുണ്ട് റോഡ് ടാക്സ്, സെയിൽസ് ടാക്സ്, വാറണ്ടി, ഗ്യാരണ്ടി കാര്യങ്ങളൊക്കെ അതിനകത്ത് പറയുന്നുണ്ട്. സോ ഏകദേശം ഒരു ബേസിക് ക്ലാസിഫിക്കേഷൻ ഒക്കെ ആയല്ലോ. മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ഏരിയ, എഴുതിക്കോ ഡ്യുവാലിറ്റി കോൺസെപ്റ്റ്. ഇവിടെ തൊട്ടാണ് നമ്മുടെ ജേർണൽ എൻട്രി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഡ്യുവാലിറ്റി കോൺസെപ്റ്റ്. സോ ഡ്യുവാലിറ്റി കോൺസെപ്റ്റ് പറയുന്നത് ഇങ്ങനെയാണ്. ഒരു
ട്രാൻസാക്ഷൻ നടന്നാൽ അതിന് 2 വർഷങ്ങളുണ്ട്, ഡ്യുവൽ ഇഫക്റ്റ് ഉണ്ട്. ഇപ്പൊ let's say faculty payment made. ഇപ്പോൾ 2 വർഷമുണ്ട്. വി ഗൈഡിന്റെ പോയിന്റ് ഓഫ് വ്യൂ, നമ്മൾ എപ്പോഴും ബിസിനസിന്റെ പോയിന്റ് ഓഫ് വ്യൂ ആണല്ലോ. വി ഗൈഡിന് എക്സ്പെൻസ് വന്നു. എക്സ്പെൻസിന്റെ പേരെന്താണ്? ഫാക്കൽറ്റി പേയ്മെന്റ്. സോ എക്സ്പെൻസ് കൂടി. അറ്റ് ദ സെയിം ടൈം ഒരു അസറ്റ് ഇവിടെ കുറയും. ആ അസറ്റിന്റെ പേര് പറയുന്നു. ഒരു എക്സ്പെൻസ് വന്നു എന്ന് നിങ്ങൾ സമ്മതിക്കുന്നുണ്ടല്ലോ. ഒരു അസറ്റ് ഇവിടെ കുറയും. ക്യാപിറ്റൽ കുറയണമെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ക്യാപിറ്റൽ കുറയണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ലോസ് വന്നിട്ടുണ്ടാവണം, അല്ലെങ്കിൽ ഓണർ പിൻവലിച്ചിട്ടുണ്ടാവണം. ക്യാഷ് കുറയും. when V guide makes a payment, അവരുടെ ക്യാഷ് ബാലൻസ് അല്ലേ കുറയുന്നത്. സോ ഏത് ട്രാൻസാക്ഷൻ നിങ്ങൾ എടുത്തോ, I'll give you 2 effects. So tell me another transaction. വേറെ ഏതെങ്കിലും ഒരു ട്രാൻസാക്ഷൻ പറഞ്ഞേ. Tell me another transaction. ട്രാൻസാക്ഷൻ എന്തെങ്കിലും ഒരു ബിസിനസ്സിന് വരാൻ ചാൻസ് ഉള്ള ട്രാൻസാക്ഷൻസ് എന്തൊക്കെയാണ്? പർച്ചേസ്, സെയില്, എക്സ്പെൻസ് പേ ചെയ്തു, അല്ലെങ്കിൽ ഇൻകം കിട്ടി, അങ്ങനെ പല ട്രാൻസാക്ഷൻസ് ഉണ്ട്. തിങ്ക് ഓഫ് എനി ട്രാൻസാക്ഷൻ. നിങ്ങൾ വി ഗൈഡ് നോക്കണ്ടേ. യു റാൻഡംലി തിങ്ക് ഓഫ് എനി ബിസിനസ് ആൻഡ് ഗീവ് മി എ കപ്പിൾ ഓഫ് ട്രാൻസാക്ഷൻ. ഐ ഗീവ് യു 2 effects ഓഫ് ദാറ്റ്. ബിസിനസ് ആയിരിക്കണം, ട്രാൻസാക്ഷൻസിന്റെ പേര് പറയണം. ഐ ഗീവ് യു 2 effects. അതായത് ചുരുക്കത്തിൽ വന്ന് നിങ്ങൾ എന്തൊക്കെ എന്നോട് പറഞ്ഞാലും ഐ ക്യാൻ ഗീവ് യു 2 effects. എല്ലാ ട്രാൻസാക്ഷൻസിനും 2 ഇഫക്റ്റ് ഉണ്ടായിരിക്കും. ഓക്കെ. ഇൻവെന്ററി പർച്ചേസ് ചെയ്തു. കടത്തിനാണോ കാശിനാണോ? കടത്തിനാണോ കാശിനാണോ? അതോ ഓക്കെ. ഓൺ ക്രെഡിറ്റ്. റെഡി ക്യാഷ് കൊടുത്തിട്ടല്ല വാങ്ങിയത്, കടത്തിനാണ് വാങ്ങിയത്. സോ ദർ ഇസ് 2 ഇഫക്റ്റ്. ഒന്ന്, ഇൻവെന്ററി എന്ന് പറയുന്ന കറണ്ട് അസറ്റ് എനിക്ക് കൂടി. പക്ഷെ അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റില് കറണ്ട് അസറ്റ് വാങ്ങുന്ന സമയത്ത് നമ്മൾ അതെന്താ അല്ല ക്രെഡിറ്റ് എവിടെ നിൽക്കട്ടെ, കറണ്ട് അസറ്റിനെ നമ്മൾ എന്താ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഒരു എക്സ്പെൻസ് ആയിട്ട് തന്നെയാണ് കാണിക്കുക. ഇൻവെന്ററി വാങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ട്രീറ്റ് ഇറ്റ് ആസ് എ എക്സ്പെൻസ് ഇറ്റ്സെൽഫ്. കാരണം ഇത് നമുക്ക് മറച്ചു വെക്കാനുള്ള സാധനമല്ലേ. സോ വി ട്രീറ്റ് ഇറ്റ് ലൈക്ക് ആൻ എക്സ്പെൻസ്. സോ 2 രീതി വേണമെങ്കിൽ പറയാം. ഒന്നെങ്കിൽ എന്റെ എക്സ്പെൻസ് കൂടി എന്ന് പറയാം, അല്ലെങ്കിൽ എന്റെ ഇൻവെന്ററി കൂടി എന്ന് പറയാം. ഒരു എഫക്റ്റും കൂടി ഇവിടെ ഉണ്ട്. കാശ് പോയിട്ടില്ല. നിങ്ങളാ പറഞ്ഞ കടത്തിനാ വാങ്ങിച്ചത്. എനിക്ക് എഫക്റ്റ് അറിയണ്ടേ. യെസ്, കറക്റ്റ്. ഐ ഹാവ് എ ലയബിലിറ്റി നൗ. വാട്ട് ഇസ് ദ നെയിം ഓഫ് ദ ലയബിലിറ്റി? ട്രേഡ് പേയബിൾ. മനസ്സിലായോ? നിങ്ങൾ ജേർണൽ എൻട്രിയെ കുറിച്ച് ചിന്തിക്കുകയോ വേണ്ട. ഇപ്പൊ ഐ എം ആസ്കിംഗ് ഫോർ ദ ഡ്യുവൽ ഇഫക്റ്റ് ഹിയർ. സോ ദർ ഇസ് 2 ഇഫക്റ്റ്. ഒന്ന് എന്താണ്? ഇൻവെന്ററി കൂടി, അല്ലെങ്കിൽ എനിക്ക് പറയാൻ എക്സ്പെൻസ് കൂടി എന്ന് പറയാം. ഇൻവെന്ററി ഇസ് ഈക്വൽ ടു എക്സ്പെൻസ് ആണ്. സോ ഇൻവെന്ററി കൂടി അല്ലെ എക്സ്പെൻസ് കൂടി. രണ്ടാമത്തെ എഫക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു ബാധ്യത വന്നു. കാശ് പോയിട്ടില്ല, ബാധ്യത വന്നു. Is it clear? Give me another transaction. മഹീറ, എന്തെങ്കിലും ഒരു ട്രാൻസാക്ഷൻ പറഞ്ഞേ. എന്തെങ്കിലും ഒരു ട്രാൻസാക്ഷൻ പറഞ്ഞേ. നിങ്ങൾ അപ്പൊ ഒന്ന് ആലോചിച്ച് വെച്ചോ. Give me ഏതെങ്കിലും ഒരു ട്രാൻസാക്ഷൻ. പറഞ്ഞോ. എന്തെങ്കിലും ഒരു ട്രാൻസാക്ഷൻ, ബിസിനസ് ട്രാൻസാക്ഷൻ. ഇത് വി ഗൈഡ് ഒന്നും ആവണമെന്നില്ല. ജനറലി മഹീറ നാളെ ഒരു ബിസിനസ് സ്റ്റാർട്ട്. ഓക്കെ, പോട്ടെ. തിങ്ക്. മഹീറ തുടങ്ങാൻ പോകുന്ന ബിസിനസ്സിൽ എന്തെങ്കിലും വന്ന ഒരു ചെലവ് പറഞ്ഞു. ഒരു ചെലവില്ല മഹീറയുടെ ബിസിനസ്സില്. വരുമാനം മാത്രമേ ഉള്ളൂ. മാനുഫാക്ചറിംഗ്. കേട്ടില്ല. മാനുഫാക്ചറിംഗില് മാനുഫാക്ചറിംഗ് കേട്ടില്ല. എനിക്കൊരു ട്രാൻസാക്ഷൻ വേണം. അതായത് ഒന്നെങ്കിൽ ചെലവാക്കിയ പൈസ അല്ലെ കിട്ടിയ പൈസ, അങ്ങനെ ഒരു ട്രാൻസാക്ഷൻ പറയണം. ഒരു ട്രാൻസാക്ഷൻ. റിപ്പയറിംഗ് മെഷീനറീസ്. ഓക്കെ, റിപ്പയർ മെഷീൻ. ഓക്കെ, പൈസ കൊടുത്തോ അതോ ഫ്രീ ആയിട്ട് ചെയ്താണോ? പൈസ കൊടുത്തിട്ട്.
Okay, so repair machine for cash, ready cash കൊടുത്തിട്ട് repair ചെയ്തു. So what is the dual effect here? You know that repair is a revenue expenditure. So this is an expense. Asset കൂടി എന്നല്ല പറയണ്ട, expense കൂടി. കാശ് കൊടുത്താണ് റിപ്പയർ ചെയ്തത്. So ഇതിന്റെ asset, what is the name of the asset? Cash. Cash എന്ന് പറയുന്ന asset കുറഞ്ഞു. Another transaction. ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആദ്യത്തെ ട്രാൻസാക്ഷൻ ഏതാണ്? ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യുക. ഫസ്റ്റ് ട്രാൻസാക്ഷൻ ഇസ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്. ആര് ക്യാപിറ്റൽ ഇട്ടു? ഓണർ ബിസിനസ്സിലേക്ക്. നമ്മൾ ബിസിനസിന്റെ പോയിന്റ് ഓഫ് വ്യൂ ചിന്തിച്ചാൽ മതി, ഓണറെ നോക്കേണ്ട ആവശ്യമില്ല. സോ ടെൽ മീ വാട്ട് ഇസ് ദ ഡ്യുവൽ ഇഫക്റ്റ്. ഇതാണ് ഒരു സ്റ്റുഡന്റ് ഏറ്റവും ആദ്യം അറിഞ്ഞിരിക്കേണ്ട ഡ്യുവൽ ഇഫക്റ്റ്. ഓക്കെ, ക്യാപ് കൂടി, അതായത് ഓണർക്ക് തിരിച്ചു കൊടുക്കാനുള്ള ആ ലയബിലിറ്റി കൂടി. ആൻഡ് പ്രോബബ്ലി എല്ലാ ഓണേഴ്സും ക്യാപിറ്റൽ ഇടാറുള്ള എന്ത് ഫോമിലായിരിക്കും? ക്യാഷ് ഫോമിലായിരിക്കും. അപ്പൊ ബിസിനസിന്റെ ഒരു ക്യാപിറ്റലും കൂടി, ക്യാഷ് എന്ന് പറയുന്ന അസറ്റും കൂടി. ക്ലിയർ? ബിസിനസിന്റെ പോയിന്റ് ഓഫ് വ്യൂ ചിന്തിച്ചാൽ മതി കേട്ടോ. ഓണർ ബിസിനസ്സിലേക്ക് ഫണ്ട് ഇടുവാണ്. സോ എങ്ങനെയാ ഫണ്ട് ഇടുന്നത്? ക്യാഷ് ആയിട്ടാണ് ഫണ്ട് ഇടുന്നത്. സോ ബിസിനസിന്റെ ബാങ്ക് അക്കൗണ്ടിൽ ഇപ്പൊ കുറച്ച് ക്യാഷും വരും. ഈ ക്യാഷ് ആണ് ബിസിനസിന്റെ ക്യാപിറ്റൽ ആയിട്ട് വിളിക്കുന്നത്. അത് ഓണർക്ക് തിരിച്ചു കൊടുക്കാനുള്ള എമൗണ്ട് ആണ്. സോ വാട്ട് ഇസ് ദ ഡ്യുവൽ ഇഫക്റ്റ് ഹിയർ? ക്യാപിറ്റലും കൂടും, ക്യാഷ് എന്ന് പറയുന്ന അസറ്റും കൂടും. ഇതാണ് ഏറ്റവും മെയിൻ ട്രാൻസാക്ഷൻ. ഞാൻ നോട്ടിൽ എഴുതിപ്പിക്കാം. വേറെ ഇതേപോലെ കുറച്ച് ട്രാൻസാക്ഷൻസ്, ഓക്കെ, വെരി ഗുഡ്, ഇൻട്രസ്റ്റിംഗ് ആണ്. ഡ്രോയിങ്സ്. പിന്നെ എന്താ, കാശാണോ ഗുഡ്സ് ആണോ വിഡ്രോ ചെയ്യുന്നത്? ഓക്കെ, പറഞ്ഞു. വെരി ഗുഡ്. എക്സ്പെൻസ് അല്ല, ഡ്രോയിങ്സ് ഇസ് നോട്ട് എൻ എക്സ്പെൻസ്. അത് ചെലവായിട്ട് നമുക്ക് പരിഗണിക്കാൻ പറ്റത്തില്ല. ഡ്രോയിങ്സ് എന്ന് പറയുന്നത് എന്താണ്? നിങ്ങളുടെ ഓണറുടെ പൈസ ഓണർ തന്നെ എടുത്തോണ്ട് പോവാണ്. സോ ക്യാപിറ്റല് കുറയും. ഓൾസോ ഒരു സാധനം കൂടെ ഉണ്ടല്ലോ, അത് ആ ലൈബിലിറ്റി ആണ് ക്യാപിറ്റൽ, അത് കുറഞ്ഞു. വാട്ട് ഇസ് ദ നെയിം ഓഫ് ദ അസറ്റ്? ക്യാഷും കുറയും. മനസ്സിലായോ? സോ ഇതാണ് ഡ്രോയിങ്സിന്റെ ഇമ്പാക്ട്. എന്താ സംഭവിക്കുന്നത്? ക്യാപിറ്റൽ കുറയും, അസറ്റും കുറയും. ഓക്കെ, വെരി ഗുഡ്. ദാറ്റ് വാസ് എ വെരി ഗുഡ് ട്രാൻസാക്ഷൻ. പിന്നെ പൈറ മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, ഒരു രണ്ട് ട്രാൻസാക്ഷൻ ഒക്കെ പറ. സാലറി പേ ചെയ്യുന്നത്. ഓക്കെ, സാലറി പേ ചെയ്തോ? പെയ്ഡ്. പേ ചെയ്യാൻ ഡ്യൂ ആയെന്ന് പറയും. പേ ചെയ്തു എന്ന് പറയണ്ട. സാലറി ഡ്യൂ ആയതേ ഉള്ളൂ, പേ ചെയ്തിട്ടില്ല. എന്തായിരിക്കും ഇവിടുത്തെ ഡ്യുവൽ ഇഫക്റ്റ്? പേ ചെയ്തിട്ടില്ല, ഡ്യൂ ആയതേ ഉള്ളൂ. സാലറി എന്ന് പറയുന്ന ഒരു എക്സ്പെൻസ് കൂടി, സമ്മതിക്കുമല്ലോ, കാശ് പോയിട്ടില്ല. അപ്പൊ വെരി ഗുഡ്. സോ നിങ്ങൾക്ക് ഒരു ബാധ്യതയുണ്ട് അല്ലെ? വാട്ട്സ് ദ നെയിം ഓഫ് ദ ബാധ്യത? സാലറി പേയബിൾ. കൊടുക്കാനുള്ള പൈസ ഇതുവരെ കൊടുത്തിട്ടില്ലല്ലോ. സോ നിങ്ങൾക്ക് ഒരു ബാധ്യതയും കൂടെ അതിന്റെ കൂടെ വന്നിട്ടുണ്ട്. ഇനി നാളെ ഇതിന്റെ തന്നെ കണ്ടിന്യൂഷൻ ആയിട്ട് സാലറി പെയ്ഡ്, അതായത് ഒരു 2 months കഴിഞ്ഞപ്പോഴാണ് സാലറി കൊടുത്തത്. അപ്പൊ എന്തായിരിക്കും ഡ്യുവൽ ഇഫക്റ്റ്? ഇതായിരുന്നു ഡ്യൂ ആയപ്പോൾ ഉള്ള ഡ്യുവൽ ഇഫക്റ്റ്. 2 മാസം കഴിഞ്ഞ് സാലറി കൊടുത്തു, അപ്പോഴത്തെ ഡ്യുവൽ ഇഫക്റ്റ് എന്തായിരിക്കും? എക്സ്പെൻസ് ഓൾറെഡി റെക്കോർഡഡ് ആണല്ലോ. ഇനി ഇങ്ങനെ ഒരു ബാധ്യത നിങ്ങൾക്ക് ഇല്ല. ഇനി സാലറി പേയബിൾ എന്ന് പറഞ്ഞൊരു ബാധ്യത നിങ്ങൾക്കുണ്ടോ? ഇല്ല. സോ എക്സ്പെൻസ് കുറയുവല്ല ചെയ്യുന്നത്, നമ്മുടെ ബാധ്യത കുറയുവാണ് ചെയ്യുന്നത്. ഓൾസോ വൺ മോർ ഇഫക്റ്റ്, ക്യാഷ് എന്ന് പറയുന്ന അസറ്റ് കൂടുവോ കുറയുവോ? കുറയും. Are you getting the connection here? Dual effect of all the transactions. Mahira? ഡ്യൂ ആവുമ്പോ എക്സ്പെൻസ് കൂടി, ലയബിലിറ്റിയും കൂടി. പേ ചെയ്യാത്ത പക്ഷം നമുക്ക് ലയബിലിറ്റി ആയിട്ട് ഇവിടെ നിൽക്കുവാണ്. പേ ചെയ്യുമ്പോൾ എക്സ്പെൻസിനെ പിന്നെ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ഓപ്പൺ ചെയ്ത ബാധ്യത നമുക്ക് ക്ലോസ് ആയി, കാശ് കിട്ടും. ഓക്കെ,
Is it clear? ഇതാണ് ഡ്യുവൽ കോൺസെപ്റ്റ്. എവറി ട്രാൻസാക്ഷൻ ഹാസ് ടു ഇഫക്ട്സ്. എല്ലാ ട്രാൻസാക്ഷൻസിനും രണ്ട് ഇഫക്റ്റ് ഉണ്ടായിരിക്കും. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ജേർണൽ എൻട്രി പാസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഈ സാധനം കത്തിയാൽ നിങ്ങളുടെ ജേർണൽ എൻട്രി ഇസ് വെരി ഈസി ഫോർ യു. ഓക്കെ, സോ ഷാൽ വി മൂവ് ടു ദാറ്റ് കോൺസെപ്റ്റ്? ഇനി നോക്കിയോ, ഈച്ച് ട്രാൻസാക്ഷൻ ഹാസ് ടു ഇഫക്റ്റ്. ഒരു ഡെബിറ്റ് ഇഫക്റ്റും ഉണ്ട്, ക്രെഡിറ്റ് ഇഫക്റ്റും ഉണ്ട്. അതെങ്ങനെയാന്ന് പറഞ്ഞുതരാം. ഇനി സെൽ ഗുഡ്സ് ഫോർ ക്യാഷ്. സെൽ ഗുഡ്സ് ഫോർ ക്യാഷ്. അപ്പൊ അവിടെ രണ്ട് ഇഫക്റ്റ് ആണ്. ഗുഡ്സ് എന്ന് പറയുമ്പോൾ ഇൻവെന്ററി വിറ്റു എന്നാണല്ലോ. ഇൻവെന്ററി വിൽക്കുക ഇസ് ഈക്വൽ ടു റവന്യൂ കിട്ടുക എന്നല്ലോ അതിന്റെ മീനിങ്. ഓക്കെ, സോ ഇൻകം ഇൻക്രീസസ്, ബാങ്ക് ഓൾസോ ഇൻക്രീസസ്. ഇൻകം ആണല്ലോ റവന്യൂ, ബാങ്ക് ആസ് ക്യാഷ് ബാലൻസ് കൂടി. ക്ലിയർ ആണോ അത്? ക്ലിയർ? ക്ലിയർ ആണോ? അപ്പൊ നേരെ മറിച്ച് ഇൻകം സെൽസ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ് ആണെങ്കിലോ, ഇൻകം കൂടി പക്ഷെ കാശ് വന്ന കയ്യിലേക്ക് ഇല്ല. അതിന് പകരം നിങ്ങൾക്ക് പുതിയൊരു അസറ്റ് കിട്ടി. അസറ്റിന്റെ പേരെന്താ? ട്രേഡ് റിസീവബിൾ എന്ന് പറഞ്ഞൊരു അസറ്റ് കിട്ടി. ഗുഡ്സ് ഫോർ ക്യാഷ്, ബൈ ഗുഡ്സ്. ഗുഡ്സ് എന്ന് പറയുമ്പോൾ ഇൻവെന്ററി വാങ്ങി എന്നാണ് കേട്ടോ. ഇൻവെന്ററി വാങ്ങി. സോ ഇൻവെന്ററി increases, bank balance decreases. Buys goods on credit, കടത്തിന് വാങ്ങി. Inventory increases, payable എന്ന് പറഞ്ഞൊരു ബാധ്യത, trade payable എന്ന് പറഞ്ഞൊരു ബാധ്യത increases. Got it? Paid supplier, pay ചെയ്തു, സപ്ലയർക്ക് പേയ്മെന്റ് കൊടുത്തു, ഒരു ബാധ്യത കുറഞ്ഞു, ബാങ്ക് ബാലൻസും കുറഞ്ഞു. ബൈസ് എക്യുപ്മെന്റ് ഫോർ ക്യാഷ്, കാശ് കൊടുത്ത്. എക്യുപ്മെന്റ് ഇസ് എ നോൺ കറന്റ് അസറ്റ് വാങ്ങി. സോ എക്യുപ്മെന്റ് എന്ന് പറഞ്ഞാൽ നോൺ കറന്റ് അസറ്റ് കൂടും, ബാങ്കിലെ ബാലൻസ് കുറയും. ഇൻട്രൊഡ്യൂസ് ക്യാപിറ്റൽ, ഇതാണ് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരെണ്ണം. ബാങ്ക് ബാലൻസ് കൂടും, ക്യാപിറ്റലും കൂടും. നിങ്ങൾ മുമ്പ് പറഞ്ഞ ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ്. ഇനി ഇതിലേക്ക് നമുക്ക് വേണമെങ്കിൽ ഒരു പുതിയ പോയിന്റ് കൂടെ പറയാമല്ലോ, ഡ്രോയിങ്സ്. What was the point about drawings? Drawings ആണെങ്കിൽ ക്യാപിറ്റൽ കുറയും, ഓണർക്ക് തിരിച്ചു കൊടുക്കാനുള്ള പൈസയുടെ ആൾക്കാർ ഓണറിനെ എടുത്തോണ്ട് പോയി. സോ ക്യാപിറ്റൽ കുറയും. അതേപോലെ തന്നെ കാശാണ് വിഡ്രോ ചെയ്യുന്നതെങ്കിൽ ക്യാഷ് കുറയും. Is it clear? ഇനി ഇതൊക്കെ നമ്മൾ പറഞ്ഞതാണ്. So give the heading. Rule for double entry bookkeeping. Rule for double entry bookkeeping. Okay, ഇത് പഠിക്കണം. ഇത് ബൈ ഹാർട്ട് ചെയ്യുക. എങ്ങനെയാണെന്ന് വെച്ചാൽ യു ഹാവ് ടു ലേൺ ദിസ്. നിങ്ങൾ ഓൾറെഡി ബികോമിലും പ്ലസ് ടുലൊക്കെ പഠിച്ച ഡെബിറ്റ് വാട്ട് കംസ് ഇൻ, ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്, ആ രീതിയിലായിരിക്കും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുക. നിങ്ങൾക്ക് ഇപ്പോഴും അത് കംഫർട്ടബിൾ ആണെങ്കിൽ യു പ്രൊസീഡ് വിത്ത് ദാറ്റ്. ഞാൻ അതല്ല ഇവിടെ പറയാൻ വേണ്ടി പോകുന്നത്. ഐ എം ഗോയിങ് ടു ടെൽ ഇൻ എ ഡിഫറെന്റ് വേ. രണ്ട് രീതി ചെയ്താലും ആൻസർ സെയിം തന്നെ ആയിരിക്കും. സോ ഐ ഡോണ്ട് മൈൻഡ് നിങ്ങൾ ഏത് മെത്തേഡാണ് ഫോളോ ചെയ്യുന്നത്. ആസ് ലോങ് ആസ് ആൻസർ ഇസ് കറക്റ്റ്, ഐ ഡോണ്ട് ഹാവ് നോ പ്രോബ്ലം. ഓക്കെ, സോ ഞാൻ ഇവിടെ പഠിപ്പിക്കുന്ന രീതി ശ്രദ്ധിച്ചു കേട്ടോ. increase in assets and expenses. അസറ്റ് കൂടുകയോ അല്ലെങ്കിൽ റവന്യൂ എക്സ്പെൻഡിച്ചർ കൂടുകയോ ചെയ്യുമ്പോൾ ഡെബിറ്റ് ചെയ്യണം. എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. അസറ്റ് കൂടിയാലോ അല്ലെങ്കിൽ എക്സ്പെൻസ് കൂടിയാലോ, റവന്യൂ എക്സ്പെൻഡിച്ചർ, നമ്മൾ എന്താ ഇവിടെ കൊടുക്കണ്ടേ? ഡെബിറ്റ്. ഇനി കുറച്ച് സ്പേസ് വിട്ടിട്ട് increase in capital അഥവാ liability or income, ഈ മൂന്നെണ്ണത്തിൽ ഏതെങ്കിലും ആണ് കൂടുന്നതെങ്കിൽ you need to correct. അപ്പോ my questions ഇതിന്റെ നേരെ റിവേഴ്സ്. അപ്പൊ ഇതിന് പകരം ഡിക്രീസ് ആയിരുന്നെങ്കിലോ, ഡിക്രീസ് ഇൻ
അസറ്റ് ആൻഡ് എക്സ്പെൻസസ് ആണെങ്കിൽ യു വിൽ ക്രെഡിറ്റും, ഇവിടെ ഡിക്രീസ് ഇൻ ക്യാപിറ്റൽ ലയബിലിറ്റി ആൻഡ് ഇൻകം ആണെങ്കിൽ ഡെബിറ്റ്. സോ ഐ റെക്കമെൻഡ്, ഞാൻ ബ്ലാക്കിൽ എഴുതിയതാണ് നിങ്ങൾ പഠിക്കേണ്ടത്. ആൻഡ് വൈസ് വേഴ്സ ഓർത്ത് വെച്ചേക്കാം. Is it clear? So ഒരു ട്രിക്ക് ആയിട്ട് ഓർത്ത് വെച്ചോ this. Remember this. Increase in asset and expenses debitum, increase in LIC liability, income and capital credit. This is the summary. Asset to expense കൂടിയാൽ debit, liability income capital കൂടിയാൽ credit. അങ്ങനെയാണ് നമ്മൾ, ദാറ്റ് ഇസ് അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ്. നമ്മൾ ഡെബിറ്റ് ചെയ്യണം, ക്രെഡിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ വെൻ യു പ്രിപ്പയർ ലെഡ്ജർ, നമ്മൾ ഇത് ജേർണൽ എൻട്രി പാസ് ചെയ്തതിനു ശേഷം നമ്മൾ ലെഡ്ജർ പ്രിപ്പയർ ചെയ്യും. അപ്പൊ ലെഡ്ജർ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഈ ഡെബിറ്റിന്റെയും ക്രെഡിറ്റിന്റെയും അടിസ്ഥാനത്തിലായിരിക്കും നമ്മൾ ബാക്കിയുള്ള പോസ്റ്റിംഗ്, ബാക്കി സ്ഥലത്തേക്ക് ഇത് പോസ്റ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ നമ്മൾ അവിടെ പറയുന്ന ഒരു വാക്കാണ് ഡെബിറ്റ് ചെയ്യുക, ക്രെഡിറ്റ് ചെയ്യുക. ഇത് വെച്ചിട്ടാണ് നമ്മൾ ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. ഇറ്റ്സ് ജസ്റ്റ് എ ട്രീറ്റ്മെന്റ്. അതിന്റെ നേരെ നമ്മൾ എന്ത് കോട്ട് ചെയ്യുക, ഡെബിറ്റ് എന്ന് കോട്ട് ചെയ്യുക, ദാറ്റ്സ് ഓൾ. അതായത് ഞാൻ ജേർണൽ എൻട്രി പാസ് ചെയ്യുന്ന സമയത്ത് ഫോർ എക്സാമ്പിൾ ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു. സോ ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു എന്ന് പറയുമ്പോൾ ജേർണൽ എൻട്രി വിൽ ബി, അപ്പൊ അവിടെ എന്താ സംഭവിക്കുന്നത്, ക്യാപിറ്റൽ കൂടും, ക്യാഷും കൂടും. ക്യാപിറ്റൽ കൂടിയാൽ ഡെബിറ്റ് ഓർ ക്രെഡിറ്റ്. സോ ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റ് എന്ന് കൊടുക്കുക. ആൻഡ് കാഷ് അസറ്റ് ആണ്, അസറ്റ് കൂടിയാൽ ഡെബിറ്റ്. ഇനി നാളെ നിങ്ങളത് ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്യുമ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് സൈഡ് ഡിസൈഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഡെബിറ്റും ക്രെഡിറ്റും വെച്ചിട്ട് നമുക്ക് സൈഡ് ഡിസൈഡ് ചെയ്യാൻ പറ്റും. അതിനു വേണ്ടി പറയുന്ന ഒരു വാക്കാണ് ഡെബിറ്റ് ചെയ്യുക, ക്രെഡിറ്റ് ചെയ്യുന്നത്. ആസ് സച്ച് ഈ വാക്കിന് പ്രത്യേകിച്ച് ഒരു റെലവൻസും ഇല്ല. ഇതിന് കൂടെയുള്ള ആൾക്കാരെ വെച്ചിട്ടാണ് ഇതിന്റെ മീനിങ് വരിക. അതായത് ഒരു അസറ്റിനെ ഡെബിറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് എന്താ, അസറ്റ് കൂടി. വെറുതെ ഡെബിറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ അതിന് ഒരു മീനിങ്ങും ഇല്ല. അസറ്റിനെ ഡെബിറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് എന്താണ്, അസറ്റ് കൂടി. ഒരു ലയബിലിറ്റിയെ ഡെബിറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ, ലയബിലിറ്റി ക്രെഡിറ്റ് അല്ലേ ചെയ്യേണ്ടത്. അപ്പൊ ലയബിലിറ്റിയെ ഡെബിറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് എന്താ, ലയബിലിറ്റി കുറഞ്ഞു. സോ ആസ് സച്ച് ഡെബിറ്റിനും ക്രെഡിറ്റിനും യാതൊരു മീനിങ്ങും ഇല്ല. അത് എന്തിന്റെ കൂടെ അറ്റാച്ച് ചെയ്തിട്ടാണോ നമ്മൾ പറയുന്നത് അത് വെച്ചിട്ടാണ് അതിന്റെ മീനിങ് വരുന്നത്. സോ ഇൻകം ക്രെഡിറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ ഇൻകം ക്രെഡിറ്റ് ചെയ്തു കൂടി. ഇൻകം ഡെബിറ്റ് ചെയ്തു എന്ന് പറഞ്ഞാല് കിട്ടിയ ഇൻകം കുറഞ്ഞു പോയി. ഐഡിയ ക്ലിയർ? സോ ആസസ് ഡെബിറ്റ് ക്രെഡിറ്റ് നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അത് എന്തിന്റെ കൂടെ അറ്റാച്ച് ചെയ്യുമ്പോഴാണ് അതിനൊരു മീനിങ് വരിക. പേരാണ് ഇൻകം കൂട്ടി, ഇൻകം കുറച്ചു, ക്യാപിറ്റൽ കൂട്ടി, ക്യാപിറ്റൽ കുറച്ചു, അസറ്റ് കൂട്ടി, അസറ്റ് കുറച്ചു. അത് പറയാനാണ് നമ്മൾ ഡെബിറ്റ് ക്രെഡിറ്റ് യൂസ് ചെയ്യുന്നത്. Is it clear? Is it clear? Okay. So നിങ്ങൾ പഠിക്കുമ്പോൾ ഞാൻ ഈ ബ്ലാക്കിൽ എഴുതിയതേ പഠിക്കാവുള്ളൂ. കാരണം മറ്റേത് നിങ്ങൾ ബൈ ഡിഫോൾട്ട് ഇതിങ്ങനെയാണെങ്കിൽ അതിനോട് ഓപ്പോസിറ്റ് ആയിരിക്കും. Is it clear? പിന്നെ ഒരു ബോക്സ് വരച്ചിട്ട് ഈ ഒരു കാര്യം കൂടെ ഒന്ന് മെൻഷൻ ചെയ്തേക്കാം, ഒരു ട്രിക്ക് ആയിട്ട് പെട്ടെന്ന് ഓർത്തിരിക്കാൻ വേണ്ടി. അപ്പൊ ആദ്യത്തെ കുറച്ച് ദിവസം ചിലപ്പോൾ ഇതൊക്കെ നോക്കി നിങ്ങൾ ചെയ്യേണ്ടി വരും. ദാറ്റ്സ് ഓക്കെ, സാധനം ചെയ്യാൻ പറ്റിയാൽ മതി. സോ അസറ്റും എക്സ്പെൻസും കൂടിയാൽ ഡെബിറ്റ് ചെയ്യുക. സോ അസറ്റിനെ ഡെബിറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ അസറ്റ് കൂടിയെന്നാണ് മീനിങ്. എക്സ്പെൻസിനെ ഡെബിറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ എക്സ്പെൻസ് കൂടിയെന്നാണ് മീനിങ്. ലയബിലിറ്റി ഇൻകം ആൻഡ് ക്യാപിറ്റൽ കൂടിയാൽ ക്രെഡിറ്റ് ചെയ്യണം. സോ ലയബിലിറ്റി ഇൻകം ക്യാപിറ്റലിനെ ക്രെഡിറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്, അത് കൂടി എന്നാണ് അതിന്റെ മീനിങ്, ആൻഡ് വൈസ് വേഴ്സ. സോ ദിസ് ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് പാർട്ട് ഓഫ് യുവർ, അതായത് ഇന്നലെ ഇന്നും എടുത്തതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്ട്. ജേർണൽ എൻട്രി പാസ് ചെയ്യാൻ കാരണം നമുക്ക് എല്ലാ ചാപ്റ്ററിലും മിനിമം ഒരു 2 ജേർണൽ എൻട്രി പഠിക്കാനുണ്ട്. അപ്പൊ നിങ്ങൾ ഇത് ബൈഹാർട്ട് ചെയ്യാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറെ ഒന്നും പഠിക്കാൻ സമയം കിട്ടത്തില്ല, ഇത് മാത്രമേ പഠിക്കാൻ സമയം കിട്ടുള്ളൂ. അപ്പൊ നമുക്ക് ഇവിടെ ബൈഹാർട്ട് എന്നൊരു ഓപ്ഷനേ വരുന്നില്ല. നമ്മളിത് പാസ് ചെയ്യാൻ പഠിച്ചേ പറ്റും, നമുക്ക് നിവൃത്തിയില്ല, വേറെ വഴിയില്ല. കാരണം ഇത് ബൈഹാർട്ട് ചെയ്യാൻ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളെ കൊണ്ട് ബൈഹാർട്ട് ചെയ്യാൻ പറ്റുന്ന അത്രയും ജേർണൽ എൻട്രി അല്ല ഉള്ളത്. There are n number of journal entries. ഓരോ സിറ്റുവേഷൻ ഓരോ ജേർണൽ എൻട്രി ആയിരിക്കും. ബൈഹാർട്ട് ഒരു സൊല്യൂഷൻ അല്ല. എങ്ങനെയെങ്കിലും ജേർണൽ എൻട്രി പാസ് ചെയ്യാൻ നിങ്ങൾ
പഠിച്ചിരിക്കണം. യു ഹാവ് an obligation to learn passing journal entry. So clear? വേറെ വഴിയില്ല. ആൻഡ് ദിസ് നോളജ് വിൽ ഹെൽപ്പ് യു ഇൻ FR, SBR, AA, AAA ഒക്കെ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യും. ഭാവിയിൽ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന സമയത്താണെങ്കിലും ദിസ് വിൽ ബി ഹെൽപ്ഫുൾ ഫോർ യു. ഓക്കെ, സോ ഷാൽ വി സ്റ്റാർട്ട് വൺ ബൈ വൺ ട്രാൻസാക്ഷൻ. ഇപ്പൊ നമ്മൾ പറഞ്ഞ ട്രാൻസാക്ഷൻസ് ഒക്കെ ഇന്നത്തെ ആൻസർ ഉൾപ്പെടെയാണ് അല്ലെ. സോ നമ്മൾ പറഞ്ഞ ട്രാൻസാക്ഷൻസ് വെച്ച് നമുക്ക് തുടങ്ങിയാലോ. ദിസ് വൺ, അതിന് തന്നെ ഞാൻ ഗുഡ്സ് ഒക്കെ അവിടെ നിൽക്കട്ടെ. അതിന് മുമ്പ് നമുക്ക് സപ്ലയറിന്റെ കേസ് എടുക്കാം. ഓക്കെ, വി ആർ ഗോയിങ് ടു പാസ് എ ജേർണൽ. സോ സപ്ലയറിന്റെ കേസിൽ പേയബിൾ ഡിക്രീസ്. പേയബിൾ ഇസ് അസറ്റ് ഓർ ലയബിലിറ്റി? പേയബിൾ ഇസ് മഹീറ പാർട്ടിസിപ്പേറ്റ് ചെയ്യണേ. പേയബിൾ ഇസ് ലയബിലിറ്റി. ലയബിലിറ്റി കുറഞ്ഞെന്നാണോ കൂടിയെന്നാണോ പറഞ്ഞത്? കുറഞ്ഞു. സോ ഡെബിറ്റ് ഓർ ക്രെഡിറ്റ്? ഡെബിറ്റ്, ട്രേഡ്, പേയബിൾ. ഇത് 2, 4 അങ്ങനെ ഇല്ല കേട്ടോ. ഇവിടെ ജസ്റ്റ് ഡെബിറ്റ്, ട്രേഡ്, പേയബിൾ ആക്കാം. ക്ലിയർ? ഇനി ബാങ്ക് എന്ന് പറയുന്ന അസറ്റ് ആണോ ലയബിലിറ്റി ആണോ? ബാങ്ക് ഇസ് ആൻ asset. Bank balance, that is an asset. Asset decreased. Asset കുറഞ്ഞാൽ ഡെബിറ്റ് ഓർ ക്രെഡിറ്റ്? ഡെബിറ്റ് പോയ അടുത്ത എന്തായിരിക്കണം? നിർബന്ധമായിട്ടും ക്രെഡിറ്റ് ആയിരിക്കണം. ഡെബിറ്റ് ഉണ്ടെങ്കിൽ അവിടെ ഒരു ക്രെഡിറ്റ് ഉണ്ടായിരിക്കണം. ഇവിടെ എന്താ ക്രെഡിറ്റ് ചെയ്യേണ്ടത്? ബാങ്ക് ഉണ്ടോ? മനസ്സിലായോ? അതായത് നിങ്ങൾ അതിന്റെ ഡ്യുവൽ ഇഫക്ട് എന്താണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ ജേർണൽ എൻട്രി പാസ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടില്ല. അസറ്റ് എന്ത് പറ്റി, ലയബിലിറ്റിക്ക് എന്ത് പറ്റി, ക്യാപിറ്റൽ, ഇക്വിറ്റി, ഇൻകം, എക്സ്പെൻസ് എന്ത് പറ്റി എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഡെബിറ്റും ക്രെഡിറ്റും പ്രശ്നമല്ല. മനസ്സിലായോ? സോ ഇതൊന്ന് നോക്കി, നിങ്ങൾ ആദ്യത്തെ ജേർണൽ എൻട്രി ഒന്ന് നോക്കി. സപ്ലയർക്ക് പേയ്മെന്റ് കൊടുത്തു, രണ്ട് ഇഫക്റ്റ് ആണ്. ബാധ്യത കുറഞ്ഞു, കാശ് പോയി. ബാധ്യത ട്രേഡ് പേയബിൾ കുറഞ്ഞു, ലയബിലിറ്റി കുറഞ്ഞു, ഡെബിറ്റ്. അസറ്റ് കുറഞ്ഞു, ക്രെഡിറ്റ്. പക്ഷെ കറക്റ്റ് പേര് കൊടുക്കണം. ഇവിടെ ബാധ്യതയുടെ പേര് ട്രേഡ് പേയബിൾ. ഡോണ്ട് റൈറ്റ് ലയബിലിറ്റി എന്ന് എഴുതി വെക്കരുത് കേട്ടോ. ഇറ്റ്സ് ട്രേഡ് പേയബിൾ. അതിവിടെ അസറ്റ് എന്ന് പറയുമ്പോൾ പലതരം അസറ്റ് ഇല്ലേ. ഇവിടെ ഏത് അസറ്റ്? ബാങ്ക്. അങ്ങനെ തന്നെ കൊടുക്കണം. അതായത് ലയബിലിറ്റി അസറ്റ് അവിടെ നിൽക്കട്ടെ, അത് ഏത് കാറ്റഗറി ഓഫ് അസറ്റ് ആൻഡ് ലയബിലിറ്റി ആണെന്നുള്ളത് നിങ്ങൾ മെൻഷൻ ചെയ്തിരിക്കണം. ക്ലിയർ ആണോ? ക്ലിയർ? അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ജേർണൽ എൻട്രി ഒന്ന് പറഞ്ഞേ. ഇൻട്രൊഡ്യൂസ് ക്യാപിറ്റൽ ഓർ സ്റ്റാർട്ടഡ് ദ ബിസിനസ് ബൈ ഇൻവെസ്റ്റിംഗ് ക്യാപിറ്റൽ. ഇമ്പാക്ട് എന്താണ്? ബാങ്ക് എന്ന് പറയുന്ന അസറ്റ്, ബാങ്ക് എന്ന് പറയുന്ന അസറ്റ് കൂടി, ക്യാപിറ്റല് ഒന്ന് കൂടി ഒന്ന് കുറയണം നിർബന്ധമില്ല കേട്ടോ. കാരണം രണ്ട് നേച്ചർ ആണ്. ഒന്ന് അസറ്റ് ആണ്, ഒന്ന് ക്യാപിറ്റൽ ആണ്. സോ ഇറ്റ് ഡസന്റ് മാറ്റർ ഒന്ന് കൂടിയോ ഒന്ന് കുറയണം. അങ്ങനെയൊന്നും പഠിച്ചു വെച്ചേക്കരുത്. ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കാശ് കൂടും, ക്യാപിറ്റലും കൂടും. ഇസ് ഇറ്റ് ക്ലിയർ? നൗ യു ടെൽ മീ, അസറ്റ് കൂടിയാൽ ഡെബിറ്റ് ഓർ ക്രെഡിറ്റ്? പക്ഷെ ഇവിടെ അസറ്റിന്റെ പേരെന്താ? ബാങ്ക്. ക്യാപിറ്റൽ കൂടിയാൽ ക്യാപിറ്റലിന് വേറെ പേരൊന്നുമില്ല, ക്യാപിറ്റൽ. ആക്ച്വൽ സ്റ്റുഡന്റ് ആദ്യം പഠിക്കേണ്ട ജേർണൽ എൻട്രി ആണിത്. ഇൻട്രൊഡ്യൂസ് ക്യാപിറ്റൽ ഇൻ ടു ദ ബിസിനസ്. ബിസിനസ്സിലേക്ക് ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു, ക്യാപിറ്റൽ കൂടി, ക്യാഷും കൂടി. ക്യാഷ് ഒരു അസറ്റ് ആണ്, ഡെബിറ്റ്. ക്യാപിറ്റൽ ഇക്വിറ്റി അല്ലെങ്കിൽ ക്യാപിറ്റൽ ഐറ്റം ആണ്, സോ ക്രെഡിറ്റ്. ഇസ് ഇറ്റ് ക്ലിയർ? സോ ആദ്യം നിങ്ങളുടെ നോട്ട് എടുത്തിട്ട് ആദ്യത്തെ ജേർണലിന്റെ ഐശ്വര്യമായിട്ട് എഴുതിക്കോ. സ്റ്റാർട്ട്. ആദ്യത്തെ ജേർണൽ എൻട്രി, സ്റ്റാർട്ട്സ് ബിസിനസ് വിത്ത് ക്യാഷ്. സ്റ്റാർട്ട്സ് ബിസിനസ് വിത്ത് ക്യാഷ്. മഹീറ സയൻസ് സ്റ്റുഡന്റ് ആണോ? ഇല്ല, കൊമേഴ്സ്. കോമേഴ്സ്.
Debit cash, credit capital. Next thing, please remember. Buys equipment for cash. So equipment, please remember, non-current asset ആണ് കേട്ടോ equipment. അപ്പൊ നിങ്ങൾ അവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, when it is a non-current asset, നിങ്ങൾ ആ പേരിൽ തന്നെ ഡെബിറ്റ് ഓർ ക്രെഡിറ്റ് കൊടുത്തിരിക്കണം, അത് വാങ്ങിയാലും വിറ്റാലും. അതേസമയം ഇൻവെന്ററി ആണെങ്കിൽ ഇൻവെന്ററി ഒരിക്കലും എഴുതാൻ പാടില്ല. ബട്ട് ഇഫ് ഇറ്റ്സ് എ നോൺ കറന്റ് അസെറ്റ്, നിങ്ങൾ ആ അസെറ്റ് എന്നല്ല കൊടുക്കേണ്ടത്, ആ അസെറ്റിന്റെ പേരാണ് നമ്മൾ മെൻഷൻ ചെയ്യേണ്ടത്. സോ യു പർച്ചേസ് നോൺ കറന്റ് അസെറ്റ്. തിങ്ക് അബൌട്ട് ഇറ്റ്. അപ്പൊ അവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത്? അസെറ്റ് കൂടി. ടു ബി സ്പെസിഫിക് പറയുവാണെങ്കിൽ എക്യുപ്മെന്റ് അവിടെ കൂടി. കാശിനല്ലേ വാങ്ങിച്ചത്? ഇപ്പൊ ക്യാഷ് എന്ന് പറയുന്ന അസെറ്റ്, ക്യാഷ് എന്ന് പറയുന്നത് ബാങ്ക് ബാലൻസ് കുറഞ്ഞു, which is an asset. Asset കുറഞ്ഞു. So what will be the journal entry? Debit. ഏത് അസെറ്റാ കൂടിയത്? ക്യാഷ് ആണോ എക്യുപ്മെന്റ് ആണോ? ഏത് അസെറ്റാ കൂടിയത്? ഡെബിറ്റ് എക്യുപ്മെന്റ് ആൻഡ് ക്രെഡിറ്റ് ബാങ്ക്. Is it clear? Is it clear? ഇനി ഇതേ കാര്യം let me ask you. You sold an equipment for cash. You sold an equipment for cash. Above, what will be the journal entry? You sold an equipment for cash. Bank account എടുത്ത് കേട്ടില്ല? ക്യാഷിന് വിറ്റു. അപ്പൊ കാശ് വന്നു എന്നല്ല അതിന്റെ മീനിങ്. സോ ഡെബിറ്റ് ക്യാഷ് ഓർ ബാങ്ക്, ക്രെഡിറ്റ് എക്യുപ്മെന്റ്. സോ നോൺ കറന്റ് അസറ്റ് വാങ്ങിയോ വിൽക്കുകയോ ചെയ്യുമ്പോൾ ആ അസറ്റിന്റെ പേര് തന്നെ നിങ്ങൾ കൊടുക്കണം. വാങ്ങുന്ന സമയത്ത് ഡെബിറ്റ്, വിൽക്കുന്ന സമയത്ത് ക്രെഡിറ്റ്. ആ ഒരു കാര്യം ഓർത്ത് വെച്ചേക്കാം. നോൺ കറന്റ് അസറ്റ് ആണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ. സോ അവിടെ എവിടെയെങ്കിലും ഒരു പോയിന്റ് ആയിട്ട് നോട്ട് ചെയ്ത്, when non current asset is purchased or sold, the corresponding debit or credit will go to that asset account. When non current asset is sold or purchased, the corresponding debit or credit, will be in the name of that asset. ആ അസറ്റിന്റെ പേരിൽ തന്നെ ഡെബിറ്റും ക്രെഡിറ്റും പോയിരിക്കണം. Is it clear? പേസ്. ഇനി അടുത്തതാണ്, അടുത്തൊരു പോയിന്റ് ഒക്കെ എഴുതിക്കോ. ഫോർ പർച്ചേസ് ഓർ സെയിൽ ഓഫ് ഇൻവെന്ററി. ഇൻവെന്ററി വാങ്ങലും വിൽക്കലും, ഇൻവെന്ററി ഓർ ഗുഡ്സ്, the corresponding debit or credit should be to purchase account and sales account.
ഇവിടെ ഇൻവെന്ററി അക്കൗണ്ട് എന്ന് പറയുന്ന അക്കൗണ്ട് ഉണ്ടാവാൻ പാടില്ല. വാങ്ങിയാൽ പർച്ചേസ് അക്കൗണ്ട്, വിറ്റാൽ സെയിൽസ് അക്കൗണ്ട്. സെയിൽസ് അക്കൗണ്ട് റിസ്പെക്റ്റീവ്. ക്ലിയർ? So just write a sentence there. Write a couple of transactions. Purchased goods for cash. Then purchased goods on credit. Sold goods for goods as if inventory ആണ് കേട്ടോ. And sold goods on credit. So journal entry പറഞ്ഞു. Purchase goods for cash. Goods ആണ്, ഇൻവെന്ററി ആണ് കേട്ടോ. സോ പർച്ചേസ് ചെയ്യുമ്പോൾ ഇൻവെന്ററി കൂടും, പക്ഷെ ഇൻവെന്ററി എന്ന് പറയാൻ പാടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതൊരു എക്സ്പെൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്യുക. സോ അവിടെ ഏത് അക്കൗണ്ട് നമ്മൾ പറയേണ്ടത്? പർച്ചേസസ് അക്കൗണ്ട്. ആൻഡ് കാശിന് വിറ്റു എന്ന് പറയുമ്പോൾ കാശ് എന്ന് പറയുന്ന അസറ്റ് കുറഞ്ഞു. സോ വാട്ട് വിൽ ബി ദ ജേർണൽ എൻട്രി? ഡെബിറ്റ് purchases and credit bank. രണ്ടിടത്തും സെയിം എമൗണ്ട് വരണം കേട്ടോ. എപ്പോഴും ട്രാൻസാക്ഷന്റെ രണ്ട് ഇഫക്റ്റ് വന്നാലും എമൗണ്ട് രണ്ടിടത്തും എങ്ങനെയായിരിക്കണം? സെയിം ആയിരിക്കണം, അല്ല ആൻസർ തെറ്റും. അതായത് ഡെബിറ്റിലും സെയിം എമൗണ്ട് വരണം, ക്രെഡിറ്റിലും സെയിം എമൗണ്ട് വന്നിരിക്കണം. Okay, next. Purchase goods on credit. Goods purchase ചെയ്തുകൊണ്ട് you should say debit purchases account. And credit കടത്തിന് വാങ്ങിയത്. Trade payable. Are you guys by hearting this or നിങ്ങൾക്ക് കോൺസെപ്റ്റ് മനസ്സിലായിട്ടാണോ നിങ്ങൾ ചെയ്യുന്നത്? അതായത് ട്രേഡ് പേയബിൾ എന്ന് പറഞ്ഞ ഒരു ബാധ്യതയാണ്. ബാധ്യത കൂടുമ്പോൾ ക്രെഡിറ്റ് ചെയ്യണം. അതേപോലെ തന്നെ പർച്ചേസസ് എന്ന് പറയുമ്പോൾ ഒരു എക്സ്പെൻസ് ആണ്. സോ എക്സ്പെൻസ് കൂടുമ്പോഴത്തേനും ഡെബിറ്റ് ചെയ്യണം. സോ ഇവിടെ നിങ്ങൾ പർച്ചേസ് ആയിട്ടാണ് ട്രീറ്റ്. പർച്ചേസിന് ഒരു എക്സ്പെൻസ് ആയിട്ട്, ഇൻവെന്ററി പർച്ചേസ് ചെയ്യുമ്പോൾ അതിന് എക്സ്പെൻസ് ആയിട്ടും ഇൻവെന്ററി വിൽക്കുമ്പോൾ അതിന് ഇൻകം ആയിട്ടുമാണ് ട്രീറ്റ് ചെയ്യേണ്ടത്. നോൺ കറന്റ് അസറ്റ് ആണെങ്കിൽ അത് പേരിൽ തന്നെ അസറ്റ് എന്നുള്ള രീതിയിൽ തന്നെ ട്രീറ്റ് ചെയ്യുക. ക്ലിയർ മഹിറ? യെസ്. ഇനി സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ്, സോൾഡ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ്, ഇതെങ്ങനെയായിരിക്കും? ബാങ്ക് ഡെബിറ്റ്. സെയിൽസ് സോൾഡ് ഗുഡ്സ് എന്ന് പറയുമ്പോൾ ഇൻകം കിട്ടിയെന്നാണ്. ഇൻകം, ഗുഡ്സ് പോയി, വരുമാനം കിട്ടി. ഇൻകം, ഇൻകം ഡെബിറ്റ് ആണോ ക്രെഡിറ്റ് ആണോ? ക്രെഡിറ്റ്. ആൻഡ് വാട്ട് വിൽ യു ഡെബിറ്റ് there? കാശ് വന്നല്ലോ. സോ ബാങ്ക്. Correct. So debit bank account and credit ഇൻകത്തിന്റെ പേരെന്താ? ഇവിടെ സെയിൽസ് എന്നുള്ള പേരിലാണ്, സെയിൽസ് അക്കൗണ്ട്. ഇനി ഇതേ കാര്യം തന്നെ നെക്സ്റ്റ് ഈ ട്രാൻസാക്ഷനിൽ സോൾഡ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ്, കടത്തിന് സാധനം വിറ്റു. അപ്പോൾ കാശ് വന്നിട്ടില്ല, കാശ് വരെ വേറൊരു അസറ്റ് വന്നു. വാട്ട്സ് ദ നെയിം ഓഫ് ദ അസറ്റ്? ട്രേഡ് റിസീവബിൾ വന്നു.
and credit sales account. Is it clear? Is it clear? Clear or not? ഇനി ഏതൊക്കെ ട്രാൻസാക്ഷൻ മിസ്സായത്? സ്റ്റാർട്ട്സ് ബിസിനസ് നമ്മൾ എഴുതിയില്ലായിരുന്നോ? എഴുതിയില്ലായിരുന്നു. സ്റ്റാർട്ട്സ് ബിസിനസ് നമ്മുടെ ആദ്യത്തെ ജേർണൽ എൻട്രി pays supplier for credit purchase. Okay, അത് എഴുതാം. Pays supplier for credit purchases. Think about it. Pays supplier ക്ക് പേയ്മെന്റ് കൊടുക്കുവാണ്. ക്രെഡിറ്റ് പർച്ചേസ്. അപ്പൊ ക്രെഡിറ്റ് പർച്ചേസ് നടത്തിയപ്പോൾ ഞാൻ പാസ് ചെയ്ത ജേർണൽ എൻട്രി എന്താ ഇത്? ക്രെഡിറ്റ് പർച്ചേസ് നടത്തിയപ്പോൾ ഞാൻ പാസ് ചെയ്ത ജേർണൽ എൻട്രി ഇത്. ഞാൻ അതിന് പേയ്മെന്റ് കൊടുത്ത് തീർക്കുവാണ്. അപ്പൊ എന്തായിരിക്കും ജേർണൽ എൻട്രി? ഈ സാധനം ഇല്ലാണ്ടാവും. ക്രെഡിറ്റ് ചെയ്ത ട്രേഡ് പേയബിൾ ഇല്ലാണ്ടാവും. കാശ് കൊടുത്ത് തീർക്കുവാണ്. കാശ് കുറയും. So what will be the journal entry? Debit trade payable credit bank. അത് ഇതുമായിട്ട് കണക്റ്റഡ് ആണ് കേട്ടോ. അതായത് ഈ ജേർണൽ എൻട്രി ആയിട്ട് കണക്റ്റഡ് ആണ്. സാധനം കടത്തിന് വാങ്ങുമ്പോൾ ജേർണൽ എൻട്രി ഇതാണ്. അപ്പൊ നാളെ ആ കടം വീട്ടുമ്പോ എന്തായിരിക്കണം ജേർണൽ എൻട്രി? ഓപ്പൺ ചെയ്ത് വെച്ച് ലയബിലിറ്റി ക്ലോസ് ചെയ്യണം, കാശ് പോവും. ക്ലിയർ ആണോ? മഹിറ Clear. ഇത് നോക്കണ്ട കേട്ടോ. ഇത് ഇൻവെന്ററി അല്ല. This is not inventory. This is purchases account. ഗുഡ്സ് വാങ്ങുമ്പോൾ എപ്പോഴും പർച്ചേസസ് account. നെക്സ്റ്റ് വൺ സെയിൽസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാണ്. സോ അത്യാവശ്യം ജേർണൽ എൻട്രീസ് ഒക്കെ പാസ് ചെയ്യാനുള്ള ഒരു ഐഡിയ കിട്ടിയില്ല. So can I give you some additional journal entries as well? So imagine the situation, you have paid $10,000 on repair of machine. Paid $10,000 on repair of machine. Repair, revenue expenditure or capital expenditure? Revenue expenditure. Okay? Revenue expenditure. അത് ഇപ്പോൾ ഉള്ള അവസ്ഥയിൽ തന്നെ മുന്നോട്ട് പോകാൻ പറ്റില്ല. അത്രേ ഉള്ളൂ. അഡീഷണൽ ബെനിഫിറ്റ് കിട്ടൂല. Paid $10,000 on repair of a machine. Debit what? Credit what? And cash കൊടുത്തു എന്ന് തന്നെ ഇരിക്കട്ടെ. Paid എന്നാണല്ലോ പറഞ്ഞത്. So cash കൊടുത്തു. So debit what account? Repair is a asset അല്ല. ഇവിടെ എന്താണ്? Expense ആണ്. Expense കൂടിയ debit or credit? Debit. So what's the name here? Repair expenses. Debit, repair expenses, and credit what? Cash പോയല്ലോ. So credit. Is it clear? Off ചെയ്തോ. നിങ്ങൾക്കാണ് അതിന്റെ എഫക്ട് കൂടുതൽ വരുന്നത്. എനിക്ക് അങ്ങോട്ടേക്ക് അത് കിട്ടുന്നില്ല. എന്നിട്ട് ഞാൻ അറിയാത്ത പറഞ്ഞോളൂ. So അപ്പൊ debit, repair expenses and credit bank. And what is the amount? രണ്ടിടത്ത് എത്ര എമൗണ്ട് കാണിക്കണ്ടേ? 10,000. അല്ലെങ്കിൽ നിങ്ങളുടെ ജേർണൽ എൻട്രി തെറ്റാണ്. രണ്ടിടത്ത് ഒരേ എമൗണ്ട് തന്നെ വന്നിരിക്കണം. അല്ലെങ്കിൽ ഇത് ഇവിടെ തെറ്റിച്ചു കഴിഞ്ഞാൽ ബാക്കി നിങ്ങളുടെ ട്രയൽ ബാലൻസിനെ എഫക്ട് ചെയ്യും, ബാക്കി നിങ്ങളുടെ SFP നെ എഫക്ട് ചെയ്യും. ഓക്കെ, സോ പ്ലീസ് കീപ് ദാറ്റ് ഇൻ മൈൻഡ്. So is this clear? So next one, അതിന് ഹെഡിങ് കൊടുത്തു rent due. Rent is due. $15,000. What will be the journal entry? Rent is due. Pay ചെയ്യാൻ സമയമായി, pay ചെയ്തിട്ടില്ല. Rent is an expense or income or asset or liability. Rent എന്ന് പറയുന്നത് income ആണ്, expense ആണ്, asset ആണ്, liability ആണോ? Expense ആണ്. Debit or credit? Debit.
rent expense. Did you pay? No. അപ്പൊ നിങ്ങൾക്ക് ഒരു ബാധ്യതയാണ്. What's the name of the rent? Payable. Liability പേര് is rent payable. So that is $15,000. Is it clear? Got it? In. Next one. മനസ്സിലാവുന്നുണ്ടോ ഇത്? ഇതിന്റെ റീസൺ കൂടെ വേണേ സൈഡിൽ എഴുതി വെച്ചോ. റെന്റ് എന്ന് പറയുന്നത് എന്താണ്? expense increased. Also liability increased. And coming to this, expense increased, asset decreased. അത് ഇത് മനസ്സിലാവുന്നത് നിങ്ങൾക്ക് അത്യാവശ്യം ഈ ജേർണലിലേക്ക് എത്താൻ പറ്റും. ഈ ഇഫക്റ്റ് മനസ്സിലാക്കിയാലേ ജേർണലിൽ പാസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഓരോ ട്രാൻസാക്ഷൻ എഫക്ട് എന്താണെന്നാണ് ആദ്യം നോക്കി വെക്കട്ടെ. വാട്ട് ഇസ് ഇഫക്ട്? അടുത്തത് തരാം. rent of 15,000 now paid. നമ്മുടെ ഈ 15 തൊട്ട് മുമ്പത്തെ 15,000 നമ്മൾ പേ ചെയ്തു. rent of 15,000 now paid. So what will be ഇതിന്റെ തന്നെ കണ്ടിന്യൂഷൻ ആണ്. So what will be the journal entry? Debit what? Credit what? Rent pay ചെയ്തു. റെന്റ് പേ ചെയ്തു. കാശ് പോയതാണോ വന്നെന്നാണോ അതിന്റെ മീനിങ്? കാശ് പോയി, അസറ്റ് കുറഞ്ഞു. ഞാനിവിടെ ഇമ്പാക്ട് എഴുതാം. റൈറ്റ് ഇമ്പാക്ട് ചെയ്യാം. അസറ്റ് ഡിക്രീസ്ഡ്. നിങ്ങൾ അങ്ങനെ ചിന്തിക്കേണ്ടത്. നിങ്ങൾ ആദ്യം ഡ്യുവൽ ഇഫക്ട് ഏതാണെന്ന് നോക്കുക, എന്നിട്ട് ജേർണലിൽ പാസ് ചെയ്യാൻ നോക്കിയാൽ മതി. സോ ഇറ്റ് ഇസ് എ ഡ്യുവൽ ഇഫക്ട്. കാശ് പോയി. പിന്നെ വേറെന്താ സംഭവിച്ചത്? ഇങ്ങനെ ഒരു ബാധ്യത ഉണ്ടായിരുന്നു നിങ്ങൾക്ക്. റെന്റ് പേയബിൾ എന്ന് പറഞ്ഞൊരു ബാധ്യത ഉണ്ടായിരുന്നു. ആ ലയബിലിറ്റി decreased. മനസ്സിലായോ? So give me the journal entry debit. Rent. തൊട്ട് മുകളിൽ നിങ്ങൾ ഓപ്പൺ ചെയ്തിട്ടുള്ള റെന്റ് പേയബിൾ അക്കൗണ്ട് നിങ്ങൾ ക്ലോസ് ചെയ്യുക. അപ്പൊ അവിടെ നിങ്ങൾ ഡെബിറ്റിലാണ് ഓപ്പൺ ചെയ്തെങ്കിൽ ക്യാൻസൽ ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? അവിടെ ക്രെഡിറ്റിലാണ് ഓപ്പൺ ചെയ്താൽ ക്യാൻസൽ എന്ത് ചെയ്യാൻ മതി? ഡെബിറ്റ് ചെയ്താൽ മതി. കാശ് പോയി. സോ ക്യാഷ് പോകുമ്പോൾ ഡെബിറ്റ് ഓർ ക്രെഡിറ്റ്? Cash movement debit or credit? Credit. Clear ആണോ? So now ഏകദേശം കുറച്ച് ബേസിക് ജേർണൽ എൻട്രീസ് ആണ് ഞാനിപ്പോ പറഞ്ഞിരുന്നത്. പിന്നെ ഓരോ ചാപ്റ്ററിലും ചാപ്റ്റർ സ്പെസിഫിക് ആയിട്ടുള്ള ജേർണൽ എൻട്രീസ് ഉണ്ടാവും. ബേസിക് ജേർണൽ എൻട്രി പാസ് ചെയ്യാനുള്ള ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടല്ലോ നിങ്ങൾക്ക്. ഇന്നിപ്പോ എഴുതിയിരിക്കുന്ന ഇത്രയും ജേർണൽ എൻട്രീസ് എനിക്ക് നാളെ നോക്കിയിട്ട് വരണം. ദിസ് ഇസ് ദ ബേസ്. കാണാപ്പാട് പഠിക്കാൻ ഇരുന്ന് കഴിഞ്ഞാൽ ഞാൻ നിങ്ങളോട് പറയാം, ഒരു ബിസിനസ്സിൽ ഒരു 1000s and 10,000s ഓഫ് ട്രാൻസാക്ഷൻസ് ഒരു ദിവസം നടക്കുന്നുണ്ട്. ഈ ട്രാൻസാക്ഷൻസിൽ ഏതെങ്കിലും കുറച്ചൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കുന്നുണ്ടാവുക. സോ യു ബൈ ഹാർട്ടിങ് ദിസ് ഇസ് നോട്ട് എ സൊല്യൂഷൻ. യു നീഡ് ടു ലേൺ. ഇത് പഠിക്കാതെ വേറെ വഴിയില്ല. സോ അതുകൊണ്ട് നിങ്ങൾ വീട്ടിൽ ചെന്നിരുന്ന് ഈ എഴുതിയിരിക്കുന്ന ലിസ്റ്റ് നിങ്ങൾക്ക് എന്തെങ്കിലും പാറ്റേൺ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ? Are you able to find out any shortcuts for this, especially to science students? ഇവർക്ക് പിന്നെ കുറച്ചുകൂടി ഐഡിയ ഉണ്ട് നിങ്ങളുടെ കേസിൽ. Are you able to identify any pattern എന്ന് നോക്കി ഈ ചെയ്ത ജേർണൽ എൻട്രീസ് എല്ലാം നമ്മളിപ്പോ നോട്ടിൽ എഴുതിയ എത്ര ജേർണൽ എൻട്രീസ് എഴുതിയിട്ടുണ്ട് നോട്ട് മൊത്തം? 11. ഈ 11 ജേർണൽ എൻട്രീസ് ആണ് ബേസ് എന്ന് പറയുന്നത്. മിനിമം ഇതെങ്കിലും അറിഞ്ഞിരിക്കണം. അതിൽ മെയിൻ ആയിട്ട് ഇൻവെന്ററി വാങ്ങി വിൽക്കുകയും ചെയ്യുമ്പോൾ പർച്ചേസ് അക്കൗണ്ട്, സെയിൽസ് അക്കൗണ്ട്, നോൺ കറന്റ് അസറ്റ് വാങ്ങി വിൽക്കുകയും ചെയ്ത അക്കൗണ്ടിന്റെ ആ അസറ്റിന്റെ പേര് തന്നെ കൊടുക്കണം. അങ്ങനത്തെ കുറച്ച് പോയിന്റ്സ് ഒക്കെ ഉണ്ട്. ഓക്കെ, സോ ഈ കാര്യങ്ങൾ പിന്നെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ജേർണൽ എൻട്രി ഒരു കാര്യം കൂടെ നമുക്ക് പറഞ്ഞിട്ട് ഇന്നത്തെ ക്ലാസ് വൈൻഡ് ചെയ്യാം, വിച്ച് ഇസ് ഡ്രോയിങ്സ്. ഡ്രോയിങ്സിന്റെ ജേർണൽ എൻട്രി എന്താണെന്ന് നമുക്ക് നോക്കാം. അതുകൂടെ കഴിഞ്ഞിട്ട് ഇത് വൈൻഡ് അപ്പ്. വാട്ട് ഇസ് ദ ജേർണൽ എൻട്രി ഫോർ ഡ്രോയിങ്സ്? സോ എന്താ ഡ്രോയിങ്സ് എന്ന് പറയുന്നത്?
This is the amount withdrawn by the owner for personal purposes. അതായത് സാലറി എന്നുള്ള പേരിലാവാം, പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടിയിട്ടായിരിക്കും. So this is amount withdrawn by owner for personal purposes. എമൗണ്ട് ആവാൻ ചില സമയത്ത് അയാള് ഗുഡ്സും ഇൻവെന്ററിയും സ്വന്തം ആവശ്യത്തിന് വേണ്ടി പിൻവലിക്കാം. സോ ഇനി ഇഫ് ഓക്കെ, പിന്നെ ഒരു കാര്യം ഇത് എക്സ്പെൻസ് അല്ല, ദിസ് ഇസ് നോട്ട് ആൻ എക്സ്പെൻസ്. അത് എവിടെയെങ്കിലും നിർബന്ധമായിട്ടും ഹൈലൈറ്റ് ചെയ്ത് എഴുതിയാലും കുഴപ്പമില്ല. ദിസ് ഇസ് നോട്ട് ആൻ എക്സ്പെൻസ്, ദിസ് ഇസ് നോട്ട് ആൻ എക്സ്പെൻസ് ഫോർ ബിസിനസ്. ഓണറുടെ പൈസ ഓണർ തിരിച്ചെടുത്തോണ്ട് പോയതാണ്. ദിസ് ഇസ് നോട്ട് ആൻ എക്സ്പെൻസ് ഫോർ ദ ബിസിനസ്. This is a reduction. This is a reduction in capital. This is a reduction in capital. Is it clear? This is not an expense for the business. This is a reduction in capital. Clear or no? So first case, if cash is withdrawn, cash ആണ് വിഡ്രോ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ വാട്ട് ഇസ് എ ജേർണൽ എൻട്രി? ക്യാഷ് ആണ് വിഡ്രോ ചെയ്യുന്നുണ്ടെങ്കിൽ വാട്ട് ഇസ് എ ജേർണൽ എൻട്രി? ഡെബിറ്റ് വാട്ട്, ക്രെഡിറ്റ് വാട്ട്? ക്യാഷ് ആണ് വിഡ്രോ ചെയ്യുന്നുണ്ടെങ്കിൽ വാട്ട് ഇസ് എ ജേർണൽ എൻട്രി? കാശ് പോയി, സോ ക്രെഡിറ്റ് ഫോർ ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട്. ഡെബിറ്റ് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ കുറയുമല്ലേ ചെയ്യുന്നത്. അപ്പൊ ക്യാപിറ്റൽ പറയുമ്പോൾ നമ്മൾ എന്തായാലും ഡെബിറ്റ് ആണ് ചെയ്യേണ്ടത് അല്ലെ. പക്ഷെ ഇവിടെ ഡെബിറ്റ് ക്യാപിറ്റൽ നല്ല കൊടുക്കുക, ക്യാപിറ്റൽ എഴുതിയാലും പ്രശ്നമില്ല. പക്ഷെ ഇതിന് വേണ്ടിയിട്ട് ഒരു അക്കൗണ്ട് ഉണ്ട്, ഇറ്റ്സ് കോൾഡ് ആസ് ഡ്രോയിങ്സ് അക്കൗണ്ട്. അത് പറയാൻ കാരണം ക്യാപിറ്റല് കുറഞ്ഞു. ക്യാപിറ്റൽ കുറയുമ്പോൾ ഡെബിറ്റ് ചെയ്യണം, അതേപോലെ തന്നെ അസറ്റ് കുറഞ്ഞു, അസറ്റ് കുറയുമ്പോൾ ക്രെഡിറ്റ് ചെയ്യണം. ഇത് പഠിക്കേണ്ട ജേർണൽ എൻട്രി ആണ് കേട്ടോ. ഇഫ് ഗുഡ്സ് ആർ taken for personal use. ഇനി ഇൻവെന്ററി പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടിയിട്ട് എടുക്കുകയാണെങ്കിൽ if goods are taken for personal use, if goods are taken for personal use, അപ്പൊ ഈ ഗുഡ്സ് ആണ് പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടി പിൻവലിക്കുന്നതെങ്കിൽ again ഡെബിറ്റ് എന്ത് തന്നെയായിരിക്കും? ഡ്രോയിങ്സ്. ഇൻവെന്ററി എന്ന് പറഞ്ഞൊരു അക്കൗണ്ട് ഇല്ല, അതിന് പകരം ഞാൻ എന്താ പറയുക, ഇൻവെന്ററി വാങ്ങുക, സെയിലും അല്ല, പർച്ചേസ് കുറഞ്ഞു പോയി എന്നായിരിക്കും അതിന്റെ മീനിങ്. നിങ്ങൾ പർച്ചേസ് ചെയ്ത് വെച്ച ഇൻവെന്ററി കുറഞ്ഞു പോയത്. ഇൻവെന്ററി വാങ്ങുമ്പോൾ എന്താ ജേർണൽ എൻട്രി? ഡെബിറ്റ് പർച്ചേസസ് ആണ്. അപ്പൊ ഓണർ പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടി പിൻവലിക്കുമ്പോഴത്തേനും ആ എക്സ്പെൻസ് അവിടെ കുറഞ്ഞു, ആ പർച്ചേസ് കുറഞ്ഞു എന്നാണ് കാണിക്കുന്നത്, സെയിൽ അല്ല. ദിസ് ഇസ് നോട്ട് സെയിൽ, ഓണർ എടുത്തോണ്ട് പോയതല്ലേ ഗുഡ്സ്. സോ ഇവിടെ സെയിൽ വന്ന മീനിങ് മാറിപ്പോകത്തില്ല. ഇവിടെ ക്രെഡിറ്റ് സെയിൽ എന്ന് പറഞ്ഞതിന്റെ മീനിങ് അത് ഇൻവെന്ററി വിറ്റു എന്നായിരുന്നു. ഇൻവെന്ററി വിൽക്കുകയല്ലേ ചെയ്തത്, വാങ്ങിച്ചു വെച്ച ഇൻവെന്ററി കുറഞ്ഞു പോവുക ചെയ്തിരിക്കുന്നത്. സോ പർച്ചേസ് കുറഞ്ഞു പോയി, റീസൺ ഡ്രോയിങ്സ് ആണ്. ഇപ്പൊ ഒരു ജേർണൽ എൻട്രി കാണുമ്പോൾ നമുക്ക് അതിന്റെ മീനിങ് പറയാൻ പറ്റണം. സോ ഇതിന്റെ മീനിങ് എന്താണ്? ക്യാപിറ്റൽ കുറഞ്ഞു, അതേപോലെ തന്നെ എന്റെ ഗുഡ്സും കുറഞ്ഞു. ഗുഡ്സ് എന്ന് പറഞ്ഞൊരു അക്കൗണ്ട് ഇല്ല, അത് പർച്ചേസും സെയിലും ആണ് റെക്കോർഡ് ചെയ്യുന്നത്. വാങ്ങുമ്പോൾ പർച്ചേസ്, വിൽക്കുമ്പോൾ സെയിൽ. ഇത് സെയിൽ എന്ന് പറയാൻ പറ്റത്തില്ല. പർച്ചേസ് എന്ന് പറഞ്ഞ് ഡെബിറ്റ് ചെയ്യാനും പറ്റത്തില്ല, പർച്ചേസ് എന്ന് പറഞ്ഞ് ക്രെഡിറ്റ് ചെയ്യാം. അപ്പൊ മീനിങ് കറക്റ്റ് ആയി, വാങ്ങിച്ചു വെച്ച ഗുഡ്സ് കുറഞ്ഞു പോയി, കാരണം ഡ്രോയിങ്സ് ആണ്. സോ ഈ പഠിച്ചത് 12 ജേർണൽ എൻട്രീസ്. ഈ 12 ജേർണൽ എൻട്രീസ് വിത്ത് ഞാൻ ഈ എക്സൽ ചെയ്ത് എഴുതിയ നിങ്ങൾ എഴുതിയില്ലായിരുന്നോ എക്സലിലുള്ളത്? ഓക്കെ. സോ ഈ 12 ജേർണൽ എൻട്രീസും നിങ്ങൾ നിർബന്ധമായിട്ടും നോക്കിയിരിക്കണം. അത് നിങ്ങൾക്ക് ഒരു ബേസിക് ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ 12 എണ്ണം തന്നിരിക്കുന്നത്. There are millions of journal entries that you can pass. ഇത് നിങ്ങളുടെ ബേസ് നോളജ് ആണ്. ഇത് വെച്ചിട്ട് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. എന്നിട്ട് യു റാൻഡംലി പുട്ട് സം ട്രാൻസാക്ഷൻസ്. എന്നിട്ട് ജേർണൽ എൻട്രി പാസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക, എഴുതി വെക്കുക, ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ മതി. ഐ വിൽ ചെക്ക് ആൻഡ് ടെൽ യു. ഇസ് ഇറ്റ് ക്ലിയർ? അതായത് നിങ്ങൾ ആദ്യം ഇത് പഠിക്കുക, കാണാപ്പാടം അല്ല പഠിക്കേണ്ടത്. നിങ്ങൾ ഓരോന്നും അത്യാവശ്യം നല്ല രീതിയിൽ പോസ്റ്റ്മോർട്ടം ചെയ്ത് എന്തുകൊണ്ട് ഇതിങ്ങനെ വന്നു, എന്തുകൊണ്ട് കറക്റ്റ് നോക്കി നോക്കി പഠിച്ചതിന് ശേഷം നിങ്ങൾ റാൻഡം ആയിട്ട് ഒരു 5-6 ട്രാൻസാക്ഷൻസ് ആലോചിക്കുക, ജേർണൽ എൻട്രി പാസ് ചെയ്യുക, നോട്ടിൽ എഴുതി വെക്കണം.
ഇവിടെ കൊണ്ടുവരണം. I will check and I will confirm whether it is correct or not. Is it clear? Okay. നിങ്ങൾ വെറുതെ ആലോചിച്ചു, നിങ്ങൾ റാൻഡംലി ഒരു ബിസിനസ്സിൽ നടക്കുന്ന ട്രാൻസാക്ഷൻസ് ഒക്കെ നിങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുപോകുക. 5 എണ്ണം വേണ്ട, ഒരു 3 എണ്ണമെങ്കിലും സ്വന്തമായിട്ട് ട്രാൻസാക്ഷൻസ് ഉണ്ടാക്കി അതിന് ജേർണൽ എൻട്രി പാസ് ചെയ്യാൻ നോക്കുക. വേറെ എവിടെയും നോക്കരുത്, സ്വന്തമായിട്ട് പാസ് ചെയ്യാൻ പറ്റുമോ നോക്കുക. അത് നിങ്ങൾക്ക് എറർ പ്രൂഫ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സംഭവം കത്തിയെന്നാണ് എഴുതി. ക്ലിയർ? സോ ദിസ് ഇസ് ജേർണൽ എൻട്രി. കുഴപ്പമുണ്ടോ? ഐഡന്റിറ്റിയിൽ എങ്ങനെയാണെന്ന്. സോ ബിഫോർ ജമ്പിങ് ഇൻ ടു റൈറ്റിംഗ് ദിസ്, ഇത് ആദ്യം നോക്കുക. എല്ലാത്തിന്റെയും ഡ്യുവൽ ഇഫക്റ്റ് ആദ്യം പഠിച്ചു വെക്കുക. ഈ ഒരു ട്രാൻസാക്ഷൻ നടന്ന അസറ്റിന് എന്ത് പറ്റും നിങ്ങൾ നോക്കേണ്ടത്. അസറ്റിന് എന്ത് പറ്റും, ലയബിലിറ്റിക്ക് എന്ത് പറ്റും, ഇൻകത്തിന് എന്ത് പറ്റും, ക്യാപിറ്റലിന് എന്ത് പറ്റും, എക്സ്പെൻസിന് എന്ത് പറ്റും. ഓക്കെ, അപ്പൊ ആ ഐറ്റം അസറ്റ് ആണ്, ലയബിലിറ്റി ആണ്, ഇൻകം ആണ്, ക്യാപിറ്റൽ ആണ്, എക്സ്പെൻസ് ആണ്. അതാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ഇനി അസറ്റും എക്സ്പെൻസും കൂടിയാൽ ഡെബിറ്റ്, ലയബിലിറ്റി ഇൻകം ക്യാപിറ്റൽ കൂടിയാൽ ക്രെഡിറ്റ് ആൻഡ് വൈസ് വേഴ്സ. ആ റൂൾ പഠിച്ചു വെക്കുക. ഓക്കെ, ആദ്യം നിങ്ങൾക്ക് ഇത് കുറെ പണിയായിട്ട് തോന്നും, ബട്ട് ഇവൻച്വലി ദിസ് വിൽ സിംപ്ലിഫൈ ഫോർ യു. ഓക്കെ, സോ ഈ തന്നിരിക്കുന്ന ജേർണൽ എൻട്രി എല്ലാവരും നിർബന്ധമായിട്ട് പഠിക്കും. ദാറ്റ് ഇസ് ലൈക്ക് ദ മിനിമം. ഇതെങ്കിലും മിനിമം അറിഞ്ഞിരിക്കണം. സോ അതെല്ലാവരും നിർബന്ധമായിട്ട് പഠിച്ചേക്കാം. സോ വി ആർ വൈൻഡിങ് അപ്പ് ഫോർ ടുഡേ. നൗ ഇസ് ദിസ് ക്ലിയർ ഫോർ യു? സംഭവം ക്ലിയർ ആണല്ലോ എല്ലാവർക്കും? സോ മഹീറ ക്ലിയർ ആണോ? Clear. So we are winding up. Okay, thank you. Bye. I'll see you tomorrow. Okay.